ഹലോ 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 ഞാൻ ഓഡിബിൾ ആണോ? അതെ 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 യെസ്, Yes, താങ്ക് യു audible താങ്ക് ആണ്. യു സർ, താങ്ക് യു സോ മച്ച്. സോ 1 more minute നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ജസ്റ്റ് 1 more minute. യെസ് 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 യെസ്. സോ നമ്മളെന്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് മറ്റൊന്നുമല്ല, നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികളോട് പറയുന്നതും അതല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് നമ്മളോട് പറയുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ലേണിംഗ്, അല്ലെങ്കിൽ പഠിക്കടാ പഠിക്കടി എന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ പാരൻസ് ആണെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സ് ആണെങ്കിൽ നിങ്ങൾ പറയുകയോ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോ പലപ്പോഴും പല ആളുകളും പഠിക്കുന്നത് എന്തിനാണെന്ന് പോലും അറിയാതെയാണ് അവർ പഠിക്കാറുള്ളത്. ഒരു പഴയൊരു സിനിമയിൽ ജഗദീഷിനോട് ഇന്നസെന്റ് ചോദിക്കുന്നത് പോലെ നീയൊക്കെ എന്തിനാ പഠിക്കുന്നേ എന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടാനാണ് നമ്മൾ ഈ സെഷനോട് ഉദ്ദേശിക്കുന്നത്. റീസെന്റ് എൻ്റെ അടുത്ത് 2-3 ദിവസം മുമ്പ് ഒരു സ്റ്റുഡന്റ്, ഒരു കുട്ടി വന്നു. ആ കുട്ടി വന്നപ്പോൾ അവനക്ക് കൺഫ്യൂഷനാണ്, ഡിഗ്രിക്ക് ഏത് കോഴ്സ് ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനാണ്. അപ്പൊ അവൻ പറയുന്നത് ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും ജോലി കിട്ടുന്നില്ല, ജോലി സാധ്യതയില്ല. ഓക്കെ, എന്ത് പഠിച്ചിട്ടും കാര്യമില്ല, എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടും കാര്യമില്ല, MBA പഠിച്ചിട്ടും കാര്യമില്ല, ഇതൊക്കെ പഠിച്ച ആളുകള് ജോലി ഇല്ലാതെ നടക്കുന്നു എന്നുള്ളതാണ് ഒരു മെയിൻ പ്രശ്നമായിട്ട് പറയുന്നത്. അപ്പോ നമ്മുടെ പ്രോഗ്രാമിൽ എന്താണ് ആക്ച്വലി നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പഠിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. നമ്മൾ സ്ലീപ്പ് മാസ്റ്ററി ആണെങ്കിലും അതല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ഫോർ എനർജി ആണെങ്കിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബൈബാക്ക് യുവർ യൂത്ത് പ്രോഗ്രാം ആണെങ്കിലും ഈ പ്രോഗ്രാമിലൊക്കെ നമ്മൾ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ശരിക്കും പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ആയിട്ടുള്ള ഈ ഒരു സെഷനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ എന്റെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ലേണിംഗ്? അക്കോർഡിംഗ് ടു യു എന്താണ് ലേണിംഗ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരേണ്ടത്. നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം. ഇനി അതല്ല അൺമ്യൂട്ട് ചെയ്ത് പറയാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്താണ് ലേണിംഗ്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ലേണിംഗ്? ചാറ്റ് ബോക്സിൽ വരാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഞാൻ പറയാം. യെസ് പ്ലീസ്. പുതുതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുക. പല രീതിയിലൂടെ നമ്മളെ ശരീരത്തിൽ അല്ലെങ്കിൽ ബോഡിക്ക് അല്ലെങ്കിൽ സോൾക്ക് അങ്ങനെ എടുക്കുന്ന ഒരു സാധനം, ഒരു അനുഭവമാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ഗുഡ്. പല മാർഗത്തിൽ. യെസ്, കണ്ടിന്യൂ. ഒരു ഹലോ, അടുത്ത ആള് പറഞ്ഞു. മൊയ്തീൻ പറയൂ. ഒരു പുതിയ വസ്തുതകൾ പഠിച്ചെടുക്കുക. ഓക്കെ, പഠിച്ചെടുക്കുക. അപ്പൊ പഠിക്കുക എന്നുള്ളത് എന്താണ് ചോദിക്കുന്നത്? ഇപ്പൊ ലേണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ വാട്ട് ഈസ് ലേണിംഗ്? അതാണ് നമ്മൾ ചോദിക്കുക. എന്താണ് ലേണിംഗ്? ആൻസറിൽ വരട്ടെ. ഐ നീഡ് മോർ ആൻസേഴ്സ്. എന്താണ് ലേണിംഗ്? ലേണിംഗിന്റെ മലയാളം വേണം. യെസ്, ആരാ പറഞ്ഞേ? പുതിയൊരു കാര്യം ചെയ്തു നോക്കുക. പുതിയൊരു കാര്യം ചെയ്തു നോക്കുക. ഓക്കെ, ഗുഡ് 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 ഗുഡ്. എനിത്തിങ് എൽസ്? വേറെ എന്തെങ്കിലും? ബ്രെയിനിന് പുതിയൊരു ബ്രെയിനിന് പുതിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി ചെയ്യിക്കുക. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എനിത്തിങ് എൽസ്? ചിലർ പറഞ്ഞത് കൺസേണിങ് ദ നോളജ്
Okay, recall and learning ability, acquire, apply. Very good. Very good, very good. Skill making, very good, very good, very good, very good. So, ഞാനൊരു പോൾ റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, സിമ്പിൾ പോളാണ്. നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ അത് വന്നിട്ടുണ്ടാകും. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളതാണ് പോൾ. 10ാം ക്ലാസ് വരെ പഠിച്ചവരാണെങ്കിൽ 10ാം ക്ലാസ് കൊടുക്കുക. PG ആണെങ്കിൽ PG, UG ആണെങ്കിൽ UG, +2 ആണെങ്കിൽ +2, PhD ആണെങ്കിൽ PhD. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുക. യെസ് 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 31%, 34%, 37%, 40%. കമാൺ കമാൺ കമാൺ. ഏറ്റവും കൂടുതൽ PG ഇതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനും PG ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്കൊരു വോട്ട് ചെയ്യാം. യെസ് 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 യെസ്. ആരൊക്കെയോ പെൻഡിങ് ഉണ്ടല്ലോ. ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. 21 ആയി. 32 മെമ്പേഴ്സ് പെൻഡിങ് ആണ്. ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റ്. ഓക്കെ, UG. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. ചിലർക്ക് ഇത് പോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല തോന്നുന്നു. ഓക്കെ, നോ പ്രോബ്ലം. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ സ്ക്രീനിൽ കാണുന്നത് ഏറ്റവും കൂടുതൽ PG ചെയ്ത ആളുകളാണ്. ഓക്കെ, 48% PG ചെയ്ത ആളുകളാണ്. ചിലർ വോട്ട് ചെയ്തിട്ടില്ല, നോ പ്രോബ്ലം. UG ചെയ്ത ആളുകളാണ് പിന്നെ ഉള്ളത് ഒരു 24%. 10% +2 കഴിഞ്ഞ ആളുകളാണ്. PhD കഴിഞ്ഞ ആളുകൾ ഒരു 5% ഉണ്ട്. ആൻഡ് അതർ മറ്റ് ഡിപ്ലോമ കോഴ്സുകൾ, മറ്റ് കോഴ്സുകളൊക്കെ ചെയ്ത ആളുകൾ അപ്രോക്സിമേറ്റ്ലി 14%. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് ആളുകൾ ഉള്ളത് PG കഴിഞ്ഞ ആളുകളാണ്, പിന്നെ PhD ആണ്. അപ്പോ ഞാൻ പോൾ എൻഡ് ചെയ്യാൻ പോവാണ്. സോ ഇത്രയും കൂടുതൽ ആളുകൾ നമ്മൾ PGയും UGയും അല്ലെങ്കിൽ ഡിഗ്രിയും അല്ലെങ്കിൽ മറ്റ് ഡിപ്ലോമ കോഴ്സുകളും ഒക്കെ ചെയ്ത ആളുകൾ നമ്മളുടെ ഗ്രൂപ്പിലുണ്ട്, അല്ലെങ്കിൽ ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും ലേണിംഗ് എന്താണ് എന്നുള്ളത് നമുക്ക് എന്ത് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തിനാണ് ലേണിംഗ്? എൻ്റെ മോൻ എന്നോട് ചോദിച്ചു, എന്തിനാ വാപ്പയ്ക്ക് സ്കൂളിൽ പോകുന്നത്? ലാസ്റ്റ് നാട്ടിൽ പോയപ്പോൾ എനിക്ക് സ്കൂളിൽ പോകണ്ട, എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല. അപ്പൊ എന്തിനാണ് സ്കൂളിൽ പോകുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ലേൺ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. സോ നമ്മളിപ്പോ നമ്മുടെ സർവേ കഴിഞ്ഞു. നൗ നമ്മൾ സർവേന്റെ ബേസിൽ നമുക്ക് മനസ്സിലായി നിങ്ങളിൽ ഒരുപാട് ആളുകൾ, നമ്മളിൽ ഒരുപാട് ആളുകൾ PG ചെയ്തവരാണ്, UG ചെയ്തവരാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി എന്റെ ചോദ്യം ഇതാണ്, നമ്മൾ പലപ്പോഴും ഇപ്പൊ നിങ്ങൾ ഇതിൽ കുറെ ആളുകൾ ക്യാമറ ഒക്കെ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ആക്ടിവിറ്റിയുടെ ഇടയിൽ ഇത് ഹെഡ്ഫോൺ ഒക്കെ വെച്ച് കേൾക്കുന്നുണ്ടാവും. ദർ ഈസ് നത്തിങ് റോങ് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഇഫ് പോസിബിൾ ടേൺ ഓൺ ദ ക്യാമറ, അല്ലെങ്കിൽ ഒരു പ്രശ്നമല്ല. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോ ലിസണിങ് ലേണിംഗ് ആണോ? ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം. ലിസണിങ് എന്ന് പറയുന്നത് ലേണിംഗ് ആണോ? കേൾക്കുക, ഒന്നുമില്ല, അവിടെ എന്തോ ആക്ടിവിറ്റി ചെയ്യുന്നു, അവരെന്തോ കുക്ക് ചെയ്യണം അല്ലെങ്കിൽ എന്തോ ചെയ്യുകയാണ്. അപ്പോ അവരിത് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലിസണിങ് ലേണിംഗ് ആണോ? അൺഫോർച്ചുനേറ്റ്ലി അല്ല എന്നുള്ളതാണ്. ലിസണിങ് ലേണിംഗ് അല്ല. ഇനി വാച്ചിങ്, നിങ്ങൾ ചില ആളുകൾ എന്തുണ്ട്, നിങ്ങൾ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ക്യാമറ ഓൺ ചെയ്യാതെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്, ലിസണിങ്ങുണ്ട്. വാച്ചിങ് അത് ലേണിംഗ് ആണോ? അത് ലേണിംഗ് അല്ല. ഇനി റൈറ്റിംഗ് സംതിങ്, ഞാനൊരു പുസ്തകം എഴുതി നിങ്ങൾക്ക് തന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു പുസ്തകം വായിക്കുക. നമുക്ക് പല ആളുകളും റീഡിംഗ് ഹാബിറ്റ് ഉണ്ട്. പല ആളുകളും വിചാരിക്കുന്നത് ഞാനൊരു പുസ്തകം വായിച്ച് ഞാനത് പഠിച്ചു എന്നുള്ളതാണ്. റീഡിംഗ് പഠിത്തമല്ല. ഓക്കെ, റൈറ്റിംഗ് പഠിത്തമല്ല. ഇനി നോയിങ്, നോളേജ് അക്വയർ ചെയ്യുക. ചില ആളുകൾ പറഞ്ഞു നോളേജ്, നമ്മൾ അറിവ് നേടുക, അറിവുള്ള ആളാവുക, അതും പഠിത്തമല്ല, അതും ലേണിംഗ് അല്ല. നോയിങ്ങും എന്തല്ല, ലേണിംഗ് അല്ല. ഇനി ടേക്കിംഗ് നോട്ട്സ്, നിങ്ങളിപ്പോ പല ആളുകളും നമ്മുടെ ഗ്രൂപ്പിലുള്ള പല ആളുകളും ഓക്കെ ഞാൻ എല്ലാ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഞാൻ നോട്ട്സ് എഴുതി എടുക്കുന്നുണ്ട് മാറൂഫ്, സോ ഞാൻ ലേണിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി നോട്ട്. ടേക്കിംഗ് നോട്ട്സ് ലേണിംഗ് അല്ല. ഇനി അറ്റൻഡിങ് ക്ലാസ്, ലുത്ഫിയറാണ് മാറൂഫ്, എല്ലാ സെഷനിലും ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഞാൻ എല്ലാ ലൈവ് സെഷനും അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അത് ലേണിംഗ് ആണോ? ഇതും ലേണിംഗ് അല്ല. ഇതും എന്തല്ല, ലേണിംഗ് അല്ല. പല ആളുകളും നമ്മുടെ പ്രോഗ്രാമിൽ അങ്ങ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവര്, അല്ലെങ്കിൽ ഈ സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവര് പഠിക്കുകയാണ് എന്നങ്ങ് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുക. സാധാരണയായിട്ട് നമ്മൾ സ്കൂളിൽ പോകുന്നുണ്ട്, നമ്മൾ കോളേജിൽ പോയിട്ടുണ്ട്, അപ്പൊ എന്താണ്, നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ പഠിച്ചു, ഞാൻ വലുതായി, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു, അല്ലെങ്കിൽ PG കഴിഞ്ഞു, ഞാൻ വലുതായി, ഞാൻ ഭയങ്കര സംഭവമായി.
ഭയങ്കര സംഭവമായി. നമുക്കൊക്കെ ഒരു 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 എറർ പ്രോഗ്രാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സംഹൗ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ റൺ ചെയ്യുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, നമ്മൾ എന്തൊക്കെയോ ലേൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള നമ്മളുടെ ആ പാരഡൈം അല്ലെങ്കിൽ ആ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ലേണിങ്ങിനെ നമുക്കൊന്ന് സ്പെസിഫൈ ആയിട്ട് അല്ലെങ്കിൽ ഒന്ന് റീഫ്രെയിം ചെയ്യേണ്ടതുണ്ട്. എന്താണ് ലേണിംഗ്? ഇത് നമുക്ക് മനസ്സിലാവണം. എന്തിനാ പഠിക്കുന്നതെന്ന് അറിയാതെ നമ്മൾ പഠിച്ചത് കൊണ്ടാണ് നമുക്ക്, ഇപ്പൊ ഞാൻ ഇന്നലെ 2 ദിവസം മുമ്പ് ആ കുട്ടിയോട് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ, നമുക്ക് ജോലി കിട്ടാത്തത്. എന്തിനാ പഠിച്ചതെന്ന് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് നെക്സ്റ്റ് ഇൻക്രിമെന്റ്, സാലറി അല്ലെങ്കിൽ വേറൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടാത്തത്. എന്തിനാ പഠിച്ചതെന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്ന് പലരും സഫർ ചെയ്യുന്നത്. സോ നമുക്ക് ഇതിനെ എന്ത് ചെയ്യേണ്ടത്? ലേണിങ്ങിനെ ഒന്ന് റീഫ്രെയിം ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലായി. ഇനി എന്റെ ചോദ്യം ഇതാണ്, ലേണിംഗ് നിങ്ങൾ കുറെ ഉത്തരം പറഞ്ഞു, ലേണിംഗ് എന്താ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. വാട്ട് ഈസ് എ പർപ്പസ് ഓഫ് ലേണിംഗ്? ലേണിംഗിന്റെ പർപ്പസ് എന്താണ്? എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എന്തിനാ പഠിക്കണേ? നിങ്ങൾ എന്തിനാ ഇപ്പൊ സെഷനിൽ അറ്റൻഡ് ചെയ്തത്? എന്തിനാണ് നിങ്ങൾ സെഷനിൽ അറ്റൻഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് അവിടെ വെറുതെ വേറെ വല്ല പരിപാടിക്കും പോയിക്കൂടെ? വെറുതെ 1 മണിക്കൂർ സമയങ്ങൾ ഇവിടെ അറ്റൻഡ് ചെയ്യണോ? എന്തുകൊണ്ടാണ്? വാട്ട് ഈസ് എ പർപ്പസ് ഓഫ് ലേണിംഗ്? ചാറ്റ് ബോക്സിൽ വരാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം. What is the purpose of learning? Transformation, transform, yes. Pinne, what else? Problem solving. Problem solving, very good. What else? Self change, Girish. Self change. Right Very good. decision. റൈറ്റ് ഡിസിഷൻ എടുക്കാൻ. ഓക്കെ, റൈറ്റ് ഡിസിഷൻ എടുക്കാൻ, റൈറ്റ് ഡിസിഷൻ എടുക്കാൻ. എനിത്തിങ് എൽസ്? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഗ്രോത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. യെസ് യെസ്. Critical thinking. ക്രിട്ടിക്കൽ തിങ്കിങ്. ഓക്കെ, ക്രിട്ടിക്കൽ തിങ്കിങ്. ഓക്കെ, പുതിയ പുതിയ വേർഡ്സുകൾ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്തിനാ പഠിച്ചതെന്ന് അറിയാതെ പഠിച്ചതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. സോ ദ പർപ്പസ് ഓഫ് ലേണിംഗ്, ദ റിയൽ പർപ്പസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് മാസ്റ്ററിയാണ്. എഴുതി വെച്ചോളൂ, ദ റിയൽ പർപ്പസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് മാസ്റ്ററിയാണ്. നിങ്ങൾ ആ ഒരു ഏരിയയിൽ, ആ പഠിച്ച കാര്യത്തിൽ നിങ്ങൾ മാസ്റ്റർ ആവണം. മാസ്റ്റർ ആവുക ആ ഒരു സ്പെസിഫിക് സാധനത്തിൽ. നിങ്ങൾ മൾട്ടിപ്പിൾ ഏരിയയിൽ മാസ്റ്റർ ആവാം, അല്ലെങ്കിൽ ചില ആളുകൾ എന്ത് ചെയ്യണം, ഒന്നിലും മാസ്റ്റർ അല്ല, അവർ പല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ലിസണിങ്, റൈറ്റിംഗ്, വാച്ചിങ്, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നോട്ട് എഴുതിയെടുക്കുന്നത്, പുസ്തകം വായിക്കുന്നത്, ഇതൊന്നും ലേണിംഗ് അല്ല. കാരണം ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്ററിയാണ്. നമ്മൾ ആ ഏരിയയിൽ നമ്മൾ ടോപ്പ് ആവുക എന്നുള്ളതാണ്. ഇതാണ് ലേണിംഗിന്റെ പർപ്പസ്. ഇതുകൊണ്ടാണ് ഞങ്ങളൊരു സാധാരണയായിട്ട് ബുക്ക് റീഡിംഗ് ക്ലബിന് പകരം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബുക്ക് സ്റ്റഡി ക്ലബ്ബാണ്. ബുക്ക് സ്റ്റഡി ക്ലബ്, അതായത് 1 വർഷം നമ്മൾ ഒരു പുസ്തകം എടുത്ത് ഇന്റൻസീവ്ലി അത് പഠിക്കും. ഇന്റൻസീവ്ലി. അപ്പോ മാസ്റ്റർ ആവുക എന്നുള്ളതാണ് നമ്മളുടെ ലേണിംഗിന്റെ പർപ്പസ്. മാസ്റ്റർ ആവുക. ഏതൊരു ഏരിയയിലാണോ നമ്മൾ പഠിക്കുന്നത്, എന്താണോ നമ്മൾ പഠിക്കുന്നത്, അതിൽ നമ്മൾ മാസ്റ്റർ ആവണം. ഇപ്പൊ ഞാൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എടുത്ത ആളാണ്. നിങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ PG ചെയ്ത ആളുകളാണ്, അല്ലെങ്കിൽ PhD ചെയ്ത ആളുകളാണ്. നമ്മൾ മാസ്റ്റേഴ്സ് ആണോ? നമ്മുടെ ഏരിയയിൽ മാസ്റ്റർ ആണോ ആക്ച്വലി? സോ ദ റിയൽ പർപ്പസ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് മാസ്റ്ററി ആണ്. അപ്പൊ നിങ്ങളുടെ അടുത്ത ചോദ്യം വരും, ഓക്കെ മാറൂഫ്, വാട്ട് ഈസ് മാസ്റ്ററി? എന്താണ് ആ മാസ്റ്ററി എന്ന് പറയുന്നത്? എന്താണ് ആ മാസ്റ്ററി? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഇതിൽ PG ചെയ്ത ആളുകൾ, MBA ചെയ്ത ആളുകൾ, MBA ചെയ്ത് നമ്മൾ മാസ്റ്റർ ആവും, അല്ലെങ്കിൽ ഞാൻ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഉണ്ട് അതുകൊണ്ട് ഞാൻ മാസ്റ്റർ ആവും. ചില ആളുകൾ ഡോക്ടർമാരുണ്ടാവും, അവരതുകൊണ്ട് മാസ്റ്റർ ആവും എന്നുള്ളതാണ്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ എക്സാമ്പിൾ ആണ്. ഞാനും
ഞാൻ എയ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഞാനും എൻ്റെ ഈ ഫ്രണ്ട് ഒരുമിച്ചാണ് പഠിച്ചിട്ടുള്ളത്. 8th സ്റ്റാൻഡേർഡ് മുതൽ 8ാം ക്ലാസ് മുതൽ ഞാനും എൻ്റെ ഫ്രണ്ടും ഒരുമിച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത്. +2 വരെ. അപ്പോൾ ഞങ്ങള് 8ാം ക്ലാസ് 9, 10 ഒക്കെ കഴിഞ്ഞ് +2 ഒരുമിച്ചായിരുന്നു, ഒരു ക്ലാസ്സിലായിരുന്നു. ഞാൻ അങ്ങനെ ഡിഗ്രിക്ക് പോകാനുള്ള പ്ലാൻ ഇട്ട സമയത്ത് എൻ്റെ ഈ ഒരു ഫ്രണ്ട് എന്ത് ചെയ്തില്ല, അവനക്ക് ഫൈനാൻഷ്യലി കുറച്ച് ചലഞ്ചിങ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഗൾഫിലായിരുന്നു, സാലറി ഒക്കെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവനക്ക് എന്തില്ല, അവനക്ക് ഞങ്ങൾ പോകുന്ന പോലെ, ഞങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്തതുപോലെ ജോയിൻ ചെയ്യാനുള്ള ഫൈനാൻഷ്യലി അവന് അത് സാധ്യമല്ലായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര പഠിപ്പിസ്റ്റൊന്നും അല്ലെങ്കിൽ മാർക്കുകളൊന്നും ഇല്ലെങ്കിലും ഞാൻ ചില എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ചില എക്സ്ട്രാ ആക്ടിവിറ്റി, ഇപ്പോൾ ഡിസൈനിങ് അല്ലെങ്കിൽ വീഡിയോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ്, ഇതൊക്കെ ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ചെയ്തിരുന്നു പല കോഴ്സുകളായിട്ട്. അപ്പൊ ഞാൻ ചില ഡിസൈനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഇവന് അതെങ്ങനെ ചെയ്യുക, അത് ഭയങ്കര അത് സംഭവമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്നോട് ചോദിച്ചു എന്ത് ചെയ്യണമെന്ന് വെച്ചപ്പോൾ അവനക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് ഡിസൈനിങ്ങിലോട്ട് പോകാം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, നീ +2 കഴിഞ്ഞ് ഡിഗ്രി പോകുന്നില്ലെങ്കിൽ നീ ഒരു ഡിസൈനിങ് കോഴ്സിന് ചേർന്നു. അങ്ങനെ അവന് അത് ക്ലാരിറ്റി, അവന് ഡിസൈനിങ് കോഴ്സിന് ചേർന്നു. ഞാൻ ഡിഗ്രിക്ക് കോയമ്പത്തൂരും പോയി. ഞാൻ ഫസ്റ്റ് ഇയർ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് അവന് ഡിസൈനിങ് കോഴ്സിന്റെ കൂടെ അവനൊരു സ്റ്റുഡിയോയിൽ വർക്ക് കൂടി ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് അവന് അത്യാവശ്യം നല്ലൊരു സാലറിയിൽ അവന് ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിയിൽ അവൻ ജോയിൻ ചെയ്തു. അപ്പൊ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ അവനെക്കാട്ടിലും പഠിച്ചിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ എൻ്റെ ഫാമിലിയാണ് എനിക്കുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നത്. യെസ്, ഓഫ് കോഴ്സ് എനിക്ക് ഞാൻ മുമ്പ് നിങ്ങളോട് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് ഒക്കെ ചെറിയ രീതിയിൽ ചെയ്തിട്ട് ചെറിയ പോക്കറ്റ് മണി ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ മെജോറിറ്റി എക്സ്പെൻസ് എടുത്തിരുന്നത് എൻ്റെ ഫാമിലിയാണ്, എൻ്റെ പേരൻസ് ആണ്. പക്ഷേ എൻ്റെ ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് അവന്റെ എക്സ്പെൻസ് എടുക്കുക മാത്രമല്ല, അവന് ഫാമിലിനെ കൂടി നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അവനെക്കാട്ടിലും പഠിച്ചിട്ടുണ്ട്, ഞാനല്ലേ കൂടുതൽ പഠിച്ച ആൾ. ഇനി അവിടെ നിന്നില്ല സ്റ്റോറി. ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല്, ഞാൻ വീണ്ടും എൻ്റെ ഫാമിലി, എൻ്റെ ബ്രദേഴ്സും ഒക്കെ പറഞ്ഞു PGക്ക് പോകണം, കാരണം ഡിഗ്രി ഒക്കെ എടുത്തിട്ട് അത് +2ന്റെ ഒരു വിലയില്ല, നീ PGക്ക് പോകണം. അങ്ങനെ അവസാനം ഞാൻ ബാംഗ്ലൂർ PGക്ക് പോയി, 3 കൊല്ലം PG. ഓക്കെ, ഞാൻ PGക്ക് പോയി ഒരു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവന് ഈ കമ്പനിയുടെ പാർട്ട്ണറായി മാറിയിട്ടുണ്ട്. ഞാനാണ് പഠിച്ചിട്ടുള്ളത്, എനിക്കാണ് അറിവ് കൂടുതലുള്ളത്, ഞാൻ മാസ്റ്ററാണ്, അല്ലെങ്കിൽ മാസ്റ്ററിന് വേണ്ടി ഞാൻ പഠിക്കുകയാണ്. പക്ഷെ സ്റ്റിൽ എനിക്ക് എന്തില്ല, എൻ്റെ കയ്യിൽ ഫൈനാൻസ് അല്ലെങ്കിൽ കാശ് കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ PG കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ ഈ ഫ്രണ്ടിന്, ഞാൻ പറഞ്ഞത് ഒരു 5-8 വർഷം മുമ്പത്തെ കഥയാണ്, ഇപ്പൊ റീസെന്റ് അല്ല, ഒരു 5-8 വർഷം മുമ്പത്തെ കഥയാണ്. എൻ്റെ ഈ ഫ്രണ്ടിന് അപ്രോക്സിമേറ്റ്ലി 1 ലക്ഷം രൂപയുടെ അടുത്ത് റവന്യൂ അവനിക്ക് അവിടുന്ന് കിട്ടുന്നുണ്ടായിരുന്നു. അപ്രോക്സിമേറ്റ്ലി 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ. ഞാൻ എപ്പോഴും എൻ്റെ ബൈക്കിൽ പെട്രോൾ അടിക്കലാണെങ്കിലും ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കലാണെങ്കിലും എവറിത്തിങ്, ഡ്രസ് ആണെങ്കിലും ഷൂസ് ആണെങ്കിലും മൊബൈൽ ഫോൺ ആണെങ്കിലും കണ്ണടയാണെങ്കിലും ഒക്കെ ഞാൻ എൻ്റെ പാരൻസിനെ ഡിപ്പെൻഡ് ആയിരുന്നു. ഞാനാണ് ആക്ച്വലി മാസ്റ്റർ. അവനൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം വന്നത്? എനിബഡി ക്യാൻ ആൻസർ. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ആരെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ ഇതുപോലെ സംഭവങ്ങൾ? അയാളെ ഏരിയയിൽ സ്കിൽഡായി. ഓക്കെ, അയാളുടെ ഏരിയയിൽ സ്കിൽഡായി. ആരാ പറഞ്ഞത്? എനിക്ക് മനസ്സിലായി. ആളെ ക്യാമറ കാണാനല്ല, ആരാ പറഞ്ഞത്? ഷിഫാന. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അയാളുടെ ഏരിയയിൽ സ്കിൽഡായി. അപ്പൊ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സ്കിൽ ഡെവലപ്മെന്റ് ആണ്. എഴുതി വെച്ചോളൂ, ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽ ഡെവലപ്മെന്റ് ആണ്. ഞാൻ മാസ്റ്റർ ആയത് എങ്ങനെയാണ്? ഞാൻ ലേൺ അബൌട്ട് സംതിങ് ആണ്. ഞാൻ എന്തിനെ കുറിച്ച് പഠിച്ചു? ഞാൻ കുറെ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു. ഞാൻ കമ്പ്യൂട്ടർ 10-20 പ്രോഗ്രാമിംഗ് പഠിച്ചു, ഞാൻ ഇലക്ട്രോണിക്സിനെ കുറിച്ച് പഠിച്ചു, ഞാൻ അങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു. ഐ ലേൺ അബൌട്ട് സംതിങ്. അതിനെക്കുറിച്ച് ഞാൻ വായിച്ചു, അതിനെക്കുറിച്ച് അബൌട്ട് സംതിങ് ആണ്.
എൻ്റെ ഈ ഫ്രണ്ട് എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഹി ലേൺഡ് ഇറ്റ്. അവന് എബൌട്ട് അല്ല, അവൻ ആക്ച്വലി ആ സാധനം പഠിച്ചു, അവൻ സ്കില്ല് ബിൽഡ് ചെയ്തു. അപ്പോ മാസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു എക്സിക്യൂട്ട് എഫേർട്ട്ലെസ്ലി വിത്തൗട്ട് യൂസിങ് കോൺഷ്യസ് റിസോഴ്സസ്. എഴുതി വെച്ചോളൂ. ദിസ് ഈസ് എ പവർഫുൾ എക്സ്പ്ലനേഷൻ ആണ്. മാസ്റ്ററി ഈസ് ദ എബിലിറ്റി ടു എക്സിക്യൂട്ട് എഫേർട്ട്ലെസ്ലി. എഫേർട്ട് ഉണ്ടാവില്ല. ഖുറാനില് എങ്ങനെ പറയുന്നുണ്ട് പടച്ചവൻ, ഞാൻ നിങ്ങൾക്ക് ഐ ഇന്റൻഡഡ് ഈസിനെസ് ഫോർ യു, ഞാൻ നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഇടങ്ങേറല്ല. ഞാൻ നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഇടങ്ങേറല്ല എന്ന് പറയുന്നുണ്ട്. സോ മാസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? എഫേർട്ട്ലെസ് ആയിരിക്കും, ഈസി ആയിരിക്കും, സുഖസുന്ദരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കോൺഷ്യസ് തോട്ടോ ചിന്തയോ വിൽ പവറോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതിനെയാണ് മാസ്റ്ററി എന്ന് പറയാം. ഇതിനെയാണ് മാസ്റ്ററി എന്ന് പറയാം. അപ്പൊ നമ്മൾ ബോധപൂർവം ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യും. ഓട്ടോമാറ്റിക്കലി. നിങ്ങൾ ഇതിൽ പല ആളുകളും സ്ലീപ്പ് മാസ്റ്ററിയിലും ഫാസ്റ്റിംഗ് ഫോർ എനർജിയിലും ഒക്കെ ജോയിൻ ചെയ്ത ആളുകൾ, പല ആളുകളും ചില സ്വഭാവങ്ങൾ, ചില ഹാബിറ്റുകൾ, ചില സ്കില്ലുകൾ ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, രാവിലത്തെ നമ്മളെ പ്രോട്ടോകോളിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ യു ഡോണ്ട് ഹാവ് എനി ചാലഞ്ച്. യു ക്യാൻ ഈസിലി എന്ത് ചെയ്യാം, നമ്മുടെ പ്രോട്ടോകോളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സർട്ടേൺ രീതിയിൽ ഫാസ്റ്റിംഗ്, ഒരു പക്ഷെ 16-20 മണിക്കൂറൊക്കെ ഫാസ്റ്റിംഗ്, നിങ്ങൾക്കിപ്പോൾ അത് എഫേർട്ട്ലെസ് ആണ്, ഈസിയാണ്. ബിക്കോസ് അത് നിങ്ങൾ മാസ്റ്റർ ആയതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ പറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ അതിൽ മാസ്റ്ററി ആയിട്ടില്ല. അതിന്റെ അർത്ഥം നിങ്ങൾ അത് പഠിച്ചിട്ടില്ല, നിങ്ങൾ അത് കേട്ടിട്ടുണ്ട്, എന്റെ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോട്ട് എഴുതിയെടുത്തിട്ടുണ്ട്. ഇപ്പോ ഷിഫാനെയാണ് തോന്നുന്നത്, നമ്മൾ ഫാസ്റ്റിംഗ് ഫോർ എനർജിയിൽ നമ്മൾ ഈ സ്കിൽ ബിൽഡിങ്ങിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രാക്കർ ഉണ്ട്, ഒരു ഹാബിറ്റ് ട്രാക്കർ. അത് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. അത് നമ്മൾ സ്ലീപ്പ് മാസ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ബൈബേക്കർ യൂത്തിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കോവിഡിന്റെ സമയത്ത് ഷിഫാന ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിരുന്നു. അതിന് നമ്മൾ ഈ ട്രാക്കർ, ഈ സ്വഭാവം, ഈ സ്കിൽ ബിൽഡിങ്ങിന്റെ ടൂൾ നമ്മൾ പഠിപ്പിച്ചിരുന്നു. അപ്പൊ ഞാനും പറയാതെ തന്നെ ഷിഫാന ഇത് ട്രാക്ക് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. ബിക്കോസ് അത് പഠിച്ചു. അതാണ് റിയലി പഠനം നടന്നിട്ടുള്ളത്. നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺഷ്യസ് എഫേർട്ട് ഇല്ലാതെ നമുക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ സാർ. യെസ്. ഇപ്പൊ ഒരു 2 ദിവസം നോമ്പ് വന്നില്ലേ, മുഹറം 9ഉം 10ഉം. യെസ്. അത് നല്ല സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ, അത് ഭയങ്കര ഒരു സംഭവം. കാരണം വെച്ചാൽ അത്രയും ടൈം പിന്നെ ഞാന് ഫുഡ് അത്താഴം കഴിക്കാതെ, കോഫി കഴിക്കാതെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ആ നോമ്പ് 2ഉം ചെയ്യാൻ പറ്റി. അത് സാർ പറഞ്ഞതിന്റെ തന്നെയാണ്. നമ്മള് ഫാസ്റ്റിംഗ് ഫോർ എനർജിയിൽ ട്രാക്ക് ചെയ്ത് വന്ന സംഭവം അത് ഒരു ഹാബിറ്റായി, ഒരു ശീലായി മാറി. ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. സാറിന്റെ ആ ഒരു സെഷനിൽ കിട്ടിയ ഒരു വലിയൊരു ഇതാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. യെസ്, വെരി ഗുഡ്. അപ്പോ നമ്മുടെ സെഷനിൽ ഇത് പല ആൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അവർ വിചാരിക്കും, എന്താ എനിക്കത് കിട്ടാത്ത, എന്താ മൗറൂഫേ, ഞാൻ ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ഈ പറയുന്ന എല്ലാ സെഷനും റെക്കോർഡിംഗ് കാണുന്നുണ്ട്. പക്ഷെ എന്താണ്, അവര് ലേണിംഗ് അബൌട്ട് സംതിങ്, ദേ ആർ ലേണിംഗ് അബൌട്ട് ഫാസ്റ്റിംഗ്, ദേ ആർ ലേണിംഗ് അബൌട്ട് സ്ലീപ്പിംഗ്. അവർ ആക്ഷൻ എടുക്കുന്നില്ല. അവർക്ക് ഇൽമുണ്ട്, പക്ഷെ ഇൽമ നാഫിയല്ല, അതായത് അപ്ലിക്കബിൾ നോളജ് അല്ല. അപ്ലിക്കബിൾ ആയിട്ടുള്ള അപ്ലിക്കേഷൻ ലെവലിൽ ആക്ഷൻ എടുക്കുകയും അത് ഓട്ടോമേറ്റ് ചെയ്യും, സബ് കോൺഷ്യസ് മൈൻഡിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ആക്ച്വലി മാസ്റ്ററി എന്ന് പറയുന്നത്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നിങ്ങൾ ആക്ച്വലി മാസ്റ്റർ ആയിട്ടുള്ളത് എന്നുള്ളത്. സോ ദ ഓൺലി പർപ്പസ് ഓഫ് ലേണിംഗ് ഈസ് മാസ്റ്റർ ഇൻ സംതിങ്. നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അതിൽ നിങ്ങൾ മാസ്റ്ററി ആവുക. അപ്പൊ നിങ്ങളെ കുട്ടികളോട് പറയേണ്ടത്, നിങ്ങൾ ഫിസിക്സ് പഠിക്കുകയാണെങ്കിൽ ആ ഫിസിക്സിൽ നിങ്ങൾ മാസ്റ്ററി ആവണം. നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുകയാണെങ്കിൽ ആ കമ്പ്യൂട്ടർ സയൻസിൽ നിങ്ങൾ മാസ്റ്റർ ആവണം. നിങ്ങൾ ഏത് സബ്ജക്ട് പഠിക്കുകയാണെങ്കിലും അതിൽ നിങ്ങൾ മാസ്റ്റർ ആവണം. അവർ ഓൾറെഡി ഒരുപാട് കാര്യത്തിൽ മാസ്റ്റർ ആയിട്ടുണ്ട്, നിങ്ങളുമായിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ, ഇതിൽ എത്ര ആളുകൾക്ക് ബൈക്ക് ഓടിക്കാൻ അല്ലെങ്കിൽ കാറ് ഡ്രൈവ് ചെയ്യാൻ അറിയാം? ഇപ്പൊ കുറെ ആളുകൾ ഡ്രൈവ് ചെയ്തിട്ടാണ്, ഹാരിസ് ഡ്രൈവ് ചെയ്തിട്ടാണ് യെസ് വണ്ടി ഇത് കേൾക്കുന്നത്. വെരി ഗുഡ്. സോ എന്റെ ചോദ്യം ഇതാണ്,
അറ്റ്ലീസ്റ്റ് ലേഡീസ് ആണെങ്കിൽ ഇപ്പൊ ലേഡീസിന് ചില ആൾക്ക് ബൈക്ക് റൈഡ് ചെയ്യാനും അല്ലെങ്കിൽ കാർ ഓടിക്കാനൊക്കെ അറിയാം. ഓക്കെ, അല്ലെങ്കിൽ സൈക്കിളെങ്കിലും ഓടിക്കാൻ അറിയായിരിക്കാം. ഇപ്പൊ ലുത്ഫി എങ്ങനെയാണ് ലുത്ഫി അൺമ്യൂട്ട് ചെയ്യോ? ലുത്ഫി ഓക്കെ, എങ്ങനെയാണ് ലുത്ഫി ആദ്യമായിട്ട് ബൈക്ക് ഓടിച്ചത്? എങ്ങനെയാ ഓടിക്കാൻ പഠിച്ചത്? അത് ഫസ്റ്റ് നമ്മള് സൈക്കിൾ ബാലൻസ് ആണ് നമ്മൾ യെസ്, ആദ്യം സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു അല്ലെ? ഓക്കെ, സൈക്കിൾ എങ്ങനെ ഓടിക്കാൻ പഠിച്ചേ? അത് ആദ്യം പറഞ്ഞ സൈക്കിൾ എങ്ങനെ ഓടിക്കാൻ പഠിച്ചേ? സൈക്കിൾ നമ്മള് എന്താ പറയാ എങ്ങനെ പഠിച്ചതെന്ന് വെച്ചാല് എന്താ പറയാ, അത് മറ്റേ ടയറുള്ള 2 സൈഡിൽ സപ്പോർട്ടുള്ള ടയറുള്ള ഉണ്ടായിരുന്നു പണ്ട് ചെറിയ കുട്ടിയായ സമയത്ത്. പിന്നെ പിന്നെ വാങ്ങിയപ്പോഴൊന്നും ഇല്ല. പക്ഷെ അതങ്ങനെ പഠിഞ്ഞു, ചവിട്ടി എങ്ങനെയുണ്ട്. ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിരുന്നു? ആരെങ്കിലും പിന്നാലെ ഓടിയിട്ട്? എന്നെ എങ്ങനെയായിരുന്നു അറിയോ? എന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, ഫാറൂഖ് എന്ന് പറഞ്ഞിട്ട്. അവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ സൈക്കിൾ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പുറത്തും ഇപ്പുറത്തും, അത് റിമൂവ് ചെയ്തു അവനെ. എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് എന്റെ പിന്നാലെ സൈക്കിളിന്റെ ബാക്കിൽ പിടിച്ച് അവനെ ഓടും. ഓടിയിട്ട് അവൻ പറയും ചവിട്ടിക്കോ സൂപ്പറാണ് ഓടിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവന് ബാക്കിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ചവിട്ടാൻ തുടങ്ങും. ഇവൻ ചിലപ്പോ കൈ വിട്ടിട്ടുണ്ടാവും. ഞാന് കുറെ നേരം കെട്ടി സൈക്കിള് എങ്ങനെയൊക്കെയോ എന്താണ് കുറച്ച് മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലെത്തിയ സൈക്കിള് നമ്മൾ ചെറുതായിട്ട് സ്റ്റോപ്പ് ആവുകയോ വീഴുകയോ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക ഇവൻ കൈ വിട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോ ആദ്യം എന്ത് ചെയ്തു, നമ്മൾക്ക് ഇങ്ങനെ പെടൽ ചവിട്ടുന്നത് പഠിപ്പിച്ചു തന്നു. ബ്രേക്ക് ഇവിടെയാണ്, ലെഫ്റ്റ് ബ്രേക്ക് ഇവിടെ, ഐ മീൻ ബാക്ക് ദ ബ്രേക്ക് ലെഫ്റ്റിലാണ്, ഫ്രണ്ട് ബ്രേക്ക് റൈറ്റിലാണ്. ഒരു കാരണവശാലും സ്പീഡിൽ പോയിട്ട് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കരുത്, ബാക്ക് ദ ബ്രേക്ക്, ഇങ്ങനെ കുറെ ബേസിക് കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയും പിന്നെ നമ്മളെ ഹാൻഡ്സ് ഹോൾഡ് ചെയ്തിട്ട് ഒരാളുണ്ടാവും. മിക്കവാറും ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും. ചില ആളുകൾക്ക് യെസ് ഓഫ് കോഴ്സ് സ്വയം പഠിച്ച ആളുകളൊക്കെ ഉണ്ടാവും. ഇനി ദുബായ്ക്ക് ലുത്ഫിക്ക് UAE ലൈസൻസ് ഉണ്ടോ കാറ്? ഇല്ല എടുത്തിട്ടില്ല. UAE കാർ ലൈസൻസ് ആരൊക്കെ ഉണ്ട് ഇവിടെ? ആരെങ്കിലും ഒരാൾ വരും UAE ഡ്രൈവിംഗ് ലൈസൻസിൽ ഒരാൾ വരില്ല? ഞാനുണ്ട്, എന്റെ കയ്യിലുണ്ട്. ഓക്കെ, ബിജു എങ്ങനെയാണ് ഡ്രൈവിംഗ് പഠിച്ചത്? ഫസ്റ്റ് ആദ്യമായിട്ട് കാർ ഓടിക്കാൻ പഠിച്ചത് എങ്ങനെ? അത് നമ്മൾ ഉസ്താദ് കയറ്റിയിരുത്തിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു, അടുത്തിരുന്ന് പറഞ്ഞു തന്നു. അത് ഇങ്ങനെ ആൾ അടുത്തിരുന്ന് നമ്മളെ കൊണ്ട് ഇടുന്ന് പതുക്കെ ഓടിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്ന്. ആള് സ്റ്റിയറിംഗ് ഒരു സപ്പോർട്ട് ചെയ്ത് പിടിച്ചു ആദ്യം. അത് സ്റ്റിയറിംഗ് ബാലൻസിങ് വേണ്ടിയിട്ട് ആള് സപ്പോർട്ട് ചെയ്ത് പിടിച്ച് നമ്മളെ കൊണ്ട് പഠിപ്പിച്ചു. അങ്ങനെ ഉസ്താദ് അടുത്തിരുന്നിട്ടാണ്. ആളുടെ കൺട്രോൾ ഉണ്ടാവും ആക്ച്വലി. യെസ്, ആദ്യമൊക്കെ ഓടിക്കുമ്പോ ബിജുവിന് ഇടക്കിടക്ക് വണ്ടി ഓഫ് ആവുകയും കുത്തി നിൽക്കുകയൊക്കെ ചെയ്യായിരുന്നു അല്ലെ? അങ്ങനെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും, എസ്പെഷ്യലി നാട്ടിലാണെങ്കിൽ. ഇനി വണ്ടി ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പിന്നെ നമ്മൾ ഹെഡ് ചെക്ക്, മിറർ നോക്കണം, ഈ മിറർ നോക്കണം, ആ മിറർ നോക്കണം, ഇതൊക്കെ ഗിയർ മാറ്റണം, ബ്രേക്ക് ചവിട്ടണം. ഇതൊരു ഭയങ്കര വലിയ എഫേർട്ട് ആയിരുന്നു ബിജു അല്ലെ? ഇപ്പോഴെങ്ങനെയാണ്? ഇപ്പൊ ബിജു ഫോൺ ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യൂലേ? സംസാരിച്ചിട്ട് കൂടുതൽ ആൾക്ക് സംസാരിച്ചിട്ട് ബിജു ഡ്രൈവ് ചെയ്യൂലേ? ചിലപ്പോ മൊബൈലൊക്കെ നോക്കിയിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും. ബിജു there is no effort ഇടുന്ന ആവശ്യം. ചിലപ്പോൾ ബിജു എന്തെങ്കിലും ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട്, ഇപ്പൊ ഇതിൽ ചില ആളുകൾ ഡ്രൈവ് ചെയ്തിട്ട് ബിജുവിനെ പോലെ തന്നെ ഡ്രൈവ് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് കേൾക്കുന്നുണ്ട്, അവർ ചിലപ്പോൾ മൊബൈൽ നോക്കുന്നുണ്ടാവും സ്ക്രീനിൽ, പക്ഷെ there is no effort. Yes or no? Yes. ഇതിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ബിജു ആക്ച്വലി ഡ്രൈവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ റിയലി ബൈക്ക് ഓടിക്കാനും സൈക്കിൾ ഓടിക്കാനും റിയലി പഠിച്ചിട്ടുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, ബിജുവിനോട് ബിജുവിന്റെ ഉസ്താദ് പറയാണ്, ബിജു ഒരു ക്ലാസ് എടുക്കണം. അപ്പൊ ഞാൻ അങ്ങനെ എടുക്കണം, സൂമിൽ ഒരു ക്ലാസ്. ബിജു ഇങ്ങനെ സ്റ്റിയറിംഗ് ഉണ്ടാവും, സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിക്കേണ്ടതാണ്, ബ്രേക്ക് ഉണ്ടാവും, ബ്രേക്ക് ക്ലച്ച് ഉണ്ടാവും, ഗിയർ മാറ്റുമ്പോൾ ക്ലച്ച് പ്രസ് ചെയ്യണം, വണ്ടി പോകണമെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കണം, സ്ലോലി ഇങ്ങനെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ബിജുവിന് അത് ഓടിക്കാൻ പറ്റുമോ? ഇല്ല, ഓടിപ്പിച്ച് പഠിപ്പിക്കണം. നമ്മളോട് ഓടിക്കണം, കൈവിട്ട് നമ്മളടുത്ത് ഓടിക്കാനുള്ള അവസരം തരണം. എന്നാൽ മാത്രമേ നമുക്ക് ഓടിച്ച് പഠിക്കാൻ പറ്റുള്ളൂ. ഇനി ബിജുവിന് ഒരു പുസ്തകം, ഹൗ ടു റൈഡ് എ കാർ 101 എന്നൊരു പുസ്തകം ഞാൻ എഴുതിയില്ല, ബിജുവിന് അത് വായിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ കയ്യിൽ സാധനം വേണം, പ്രാക്ടിക്കലായിട്ട് ഓടിക്കണം. ഇനി ലുത്ഫിനെ നമ്മൾ ഒഴിവാക്കണം. ലുത്ഫിനെ നമ്മുടെ ഫിറ്റ്നസ് കോച്ച്. ലുത്ഫിനെ ഒഴിവാക്കി നമ്മൾ എന്ത് ചെയ്യാം? എല്ലാ ദിവസവും യൂട്യൂബില് ഫിറ്റ്നസിന്റെ എക്സസൈസിന്റെ ഒരു വീഡിയോ എല്ലാ ദിവസവും 365 ഡേയ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. വയറ് കുറയോ, തടി കുറയോ, മസിൽ ബിൽഡ് ചെയ്യോ? ഇല്ല. ഇല്ലല്ലോ.
ഇതുപോലെ തന്നെ നമ്മളെ ഗ്രൂപ്പിലുള്ള പല ആളുകളും വിചാരിക്കുന്നത് ഇത് കേട്ടത് കൊണ്ട് എന്റെ ലൈഫ് മാറുമെന്നാണ്, ഇത് കണ്ടത് കൊണ്ട് എന്റെ ലൈഫ് മാറുമെന്നാണ്. ഞാൻ ഇതൊക്കെ പഠിച്ചല്ലോ മാറൂഫേ, പക്ഷെ എനിക്ക് എന്റെ റിസൾട്ട് ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കേൾക്കുകയും നമ്മൾ ജസ്റ്റ് കാണുകയും ചെയ്യുന്നതല്ല ലേണിംഗ്. അത് ലേൺ അബൌട്ട് സംതിങ് ആണ്. നിങ്ങൾ എന്തിനെയോ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാത്ത, സ്കില്ല് ബിൽഡ് ചെയ്യാത്ത ഒരു കാര്യം ആക്ച്വലി നിങ്ങൾ ലേൺ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഹാബിറ്റ് ട്രാക്കർ, നമ്മൾ ഓരോ ആഴ്ചയിലും ഓരോ ഹാബിറ്റ്, ഓരോ സ്വഭാവങ്ങളും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ നിങ്ങൾ സൈക്കിൾ ഓടിച്ചതുപോലെ, നിങ്ങൾ കാർ ഓടിക്കുന്നത് പോലെ, നിങ്ങൾ ബൈക്ക് ഓടിക്കുന്നത് പോലെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നിങ്ങൾക്ക് മാസ്റ്റർ ആവാൻ പറ്റണം നിങ്ങൾ പഠിക്കുന്ന ഏരിയയിൽ. ഇനി നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ? നിങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ബിജു അല്ലെങ്കിൽ ലുത്ഫി അല്ലെങ്കിൽ ഷിഫാന, ഇവരൊക്കെ ഇത് ലേൺ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോന്ന് എങ്ങനെയാ മനസ്സിലാവുക? നിങ്ങളുടെ എനർജി ലെവൽ കൂടിയോ? നിങ്ങളെ വിശപ്പ് കുറഞ്ഞോ? നിങ്ങളെ ആംഗ്രി മോഡ് കുറഞ്ഞോ? നിങ്ങൾക്ക് ഷിഫാന കുറെ നേരം ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതല്ലെങ്കിൽ ബോഡി ഫാറ്റ് പെർസെന്റേജ് കുറഞ്ഞോ? മസിൽ ബിൽഡ് ചെയ്തോ? നിങ്ങളുടെ ബ്ലഡ് റിപ്പോർട്ട് ഇംപ്രൂവ് ആയോ? നിങ്ങളുടെ ഇൻകം കൂടിയോ? ഇങ്ങനെയൊക്കെ ഇതിന് എന്തെങ്കിലും ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിലൊന്നും ടിക്ക് മാർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല. നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല. കുറെ കാര്യങ്ങളൊക്കെയാ, കുറെ കാര്യങ്ങൾക്ക് ടിക്ക് മാർക്ക് ഉണ്ട്. പിന്നെ അതുപോലെ ഇപ്പൊ ഒരു സ്കില്ല് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോ ഒരു ദിവസം തന്നെ 10 കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് അന്ന് തുടങ്ങിയതാ, സാറിന്റെ ഫസ്റ്റ് ഇതിൽ തുടങ്ങിയതാ, കൊറോണന്റെ ടൈമിൽ തുടങ്ങിയ ആ ട്രാക്കിങ്. ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അത് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്ത് ഒരു 3 months ഫോളോ ചെയ്ത് ആ ട്രാക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ ഈ സാറിന്റെ കോഴ്സ് കഴിഞ്ഞ പാട് ഒരു 3 month യോഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് 1 hour യോഗ ഡെയിലി ചെയ്യും. ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ അത്? അപ്പൊ അത് ചില ദിവസങ്ങളിൽ നമ്മളടുത്ത് മിസ്സായി കഴിഞ്ഞാലും നമ്മളത് റീകോൾ ചെയ്യും, അത് ചെയ്തേ മതിയാവും എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ എത്തും. അതുപോലെ തന്നെയാണ് ഈ ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാല് ഹംഗ്രി എന്ന് പറഞ്ഞൊരു ഫീലേ ഇല്ല. നേരെ മറിച്ച് നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എടുത്ത് കഴിക്കാനും എന്തെങ്കിലും കുടിക്കാനല്ല ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. നല്ല സാറിന്റെ അടുത്ത് ചെയ്ത സംഭവങ്ങളെല്ലാം സൂപ്പർ സംഭവങ്ങളാണ്. വെരി ഗുഡ്. സോ പലപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ഉണ്ടല്ലോ, നമ്മുടെ സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഫസ്റ്റ് സെഷനിൽ. ദ സിസ്റ്റം ഈസ് ഡിസൈൻ സച്ച് എ വേ ദാറ്റ് നമ്മുടെ സിസ്റ്റം, നമ്മുടെ എല്ലാ സിസ്റ്റങ്ങളും, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള സിസ്റ്റം, ഈവൻ നമ്മുടെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും, ഇവരൊക്കെ ഈ എൻറ്റയർ സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിലും മെഡിക്കൽ സിസ്റ്റം ആണെങ്കിലും, എല്ലാ സിസ്റ്റവും ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ പുവർ ആവാനും നമ്മൾ സിക്ക് ആവാനും വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരിക്കലും ഹെൽത്തി ആവാൻ പാടില്ല, നമ്മൾ ഒരിക്കലും ഫൈനാൻഷ്യൽ അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. സോ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ സിക്ക് ആവണം, നമ്മൾ പുവർ ആവണം. അതുകൊണ്ട് തന്നെ വി ലേൺ അബൌട്ട് നമ്മളെ കണ്ടന്റിനെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഞാൻ ചിലപ്പോ നമ്മുടെ കൂടെയുള്ള ചില ആളുകൾ പറയും, ഓക്കെ ഈ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, ഓക്കെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. എന്റെ അല്ല, ചിലപ്പോൾ വേറെ ആൾക്കാരുടെ പ്രോഗ്രാം ആയിരിക്കും. ഇപ്പൊ ഞാൻ നമ്മുടെ ഒരു ചെറിയ എന്റെ കൂടെ ഇനീഷ്യലി ഉണ്ടായിരുന്ന ഒരു 8 വർഷം മുമ്പ് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ബിജു, മുഷ്താഖും അബ്ദുൽ റഫീഖും ഒക്കെ. അപ്പൊ ഞാൻ ബിജുവിനോടൊക്കെ അവരോട് പറഞ്ഞു ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. അപ്പൊ അവരെന്നോട് പറഞ്ഞ്, മാറൂഫ് ഭായ് ആ അറ്റൻഡ് ചെയ്യുന്ന പൈസ ഞാൻ നിങ്ങൾക്ക് തരാം, എന്ത് ചെയ്യാം, ആ പ്രോഗ്രാമിന്റെ നിങ്ങൾ എനിക്ക് ഞങ്ങൾ പഠിപ്പിച്ചു തന്നാൽ മതി. അപ്പൊ ബിജു ഞാൻ എന്താ പറഞ്ഞേ? ബിജു സാർ പറഞ്ഞു തരുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ അവിടെ നിന്ന് കിട്ടുന്ന അത്രയാണ്ട് ആ എനർജി ചിലപ്പോ അതിന്റെ നിന്ന് കിട്ടാൻ വഴിയില്ല. കാരണം അത് ഒറിജിനൽ സ്ഥലമാണല്ലോ. ഒറിജിനൽ കിട്ടുന്നത് ഞാൻ പഠിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആ ഒരു ഇത് ചിലപ്പോ ഒന്ന് കിട്ടിയതല്ല. ബെറ്റർ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ പഠിക്കുന്നതാണ് നല്ലത്. പക്ഷെ റൂഫായിക്ക് പറഞ്ഞു തരുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ
അവിടുന്ന് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു. യെസ്, അതായത് ഞാൻ ആ ഏരിയയിൽ മാസ്റ്റർ അല്ല, ഞാൻ ആ ഏരിയയിൽ മാസ്റ്റർ ആവാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോ മാസ്റ്റർ ആയ ഒരാളടുത്ത് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ ഏരിയകളിൽ മാസ്റ്റർ ആവണം. ജസ്റ്റ് കണ്ടന്റിന്റെ ബേസിൽ മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മളൊരു കണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞു, ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞു, ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഒരു പുസ്തകം, ഒരു ചാപ്റ്റർ, 2 ചാപ്റ്റർ, 3 ചാപ്റ്റർ. ഞാനൊക്കെ ഇനീഷ്യലി ഫോക്കസ് ചെയ്തിരുന്നത് ഒരു വർഷം ഒരു 10, 12, 20 പുസ്തകം വായിക്കുക എന്നുള്ളതായിരുന്നു. കണ്ടന്റ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എനിക്ക് മനസ്സിലായി ഇതല്ല വേണ്ടത്. ആക്ച്വലി ആ പുസ്തകം നമ്മൾ പഠിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഞാൻ ഗോൾ സെറ്റ് ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു വർഷത്തിൽ ഒരു 2 or 3 പുസ്തകങ്ങൾ നമ്മൾ പഠിക്കണം. ചില പുസ്തകങ്ങൾ എല്ലാ വർഷവും ഞാൻ വീണ്ടും വീണ്ടും വായിക്കും. ബിക്കോസ് ഐ വാണ്ട് ടു ബിക്കം മാസ്റ്റർ ഓൺ ദാറ്റ്. അപ്പോ നമ്മൾ ഫോക്കസ് ചെയ്യുക കണ്ടന്റിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ചില ആളുകളോട്, ഇപ്പൊ ബിജുവിനോടും പറഞ്ഞത് പോലെ ഞാൻ പല ആളുകളോടും പറയാറുണ്ട്, ഓക്കെ, എന്റെ ഏരിയ എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ആണ്, എന്റെ ഏരിയ മൈൻഡും ബോഡിയും സോളുമാണ്, ഇതിലാണ് എന്റെ മാസ്റ്ററി ഉള്ളത്. അപ്പോൾ ചില ആളുകൾ വേറെ കുറെ സംഭവമായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ഇന്ന ട്രെയിനറെ ഇന്ന ട്രെയിനർ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം, ഇന്ന കോച്ചിന്റെ അടുത്ത് പോകണം, നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യണം. അപ്പൊ അവരെന്നോട് പറയും, മാറൂഫ അതിപ്പോ യൂട്യൂബിൽ എല്ലായിടത്തും ഉണ്ടല്ലോ, അത് യൂട്യൂബിൽ ഉണ്ടല്ലോ, അതെന്തിനാ ഞാൻ അറ്റൻഡ് ചെയ്യുന്നേ? ബിക്കോസ് എല്ലാവരും, നമ്മുടെ സിസ്റ്റം നമ്മളെ ഫോക്കസ് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുള്ളത് കണ്ടന്റിലാണ്. ആ ഒരു സംഗതി എല്ലാവരും എന്നോട് വന്നിട്ട് എന്താ ചോദിക്കുക, മാറൂഫ് ഡയറ്റ് പ്ലാൻ കൊണ്ട്, അത് കണ്ടന്റ് ആണ്, കോണ്ടെക്സ്റ്റ് അല്ല. ഇനി ഷിഫാനക്ക് ഒരിക്കലും ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എങ്ങനെ ഫാസ്റ്റ് ചെയ്യണം എന്നുള്ളത്. കണ്ടന്റ് ആണ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലോ, ഒരു ടെക്സ്റ്റ് തന്ന് ഇതാണ് ഫാസ്റ്റ് 1 2 3 4 5 6, ഒരിക്കലും വീണ്ടും വീണ്ടും എൻ്റെ അടുത്ത് വരേണ്ടി വരും. അപ്പൊ ഫാസ്റ്റിംഗ് പഠിക്കാന് ഇനി ഒരു കാരണവശാലും ഷിഫാനിന്റെ അടുത്ത് വരേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇത് എന്താ പറയാ, അതെങ്ങനെയാണ് എന്നെ പിന്നെ മാറ്റം വരുത്തുന്നത് എന്നുള്ളത് കൂടി ഞാൻ ഒബ്സർവ് ചെയ്തിട്ടാണ് ആ ഫാസ്റ്റിംഗ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് സാറ് ആ പഠിപ്പിച്ചു തന്നത് കറക്റ്റ് ആയിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട്. അത് അതിന്റെ കറക്റ്റ് സെൻസിൽ ചെയ്യാനും പറ്റുന്നുണ്ട്. യെസ്, വെരി ഗുഡ്. ബിക്കോസ് നമ്മൾ അതിനെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു മാസ്റ്ററി ലെവൽ അച്ചീവ് ചെയ്യാൻ വേണ്ട. നമ്മൾ ഇപ്പൊ സ്ലീപ്പ് മാസ്റ്ററി, സ്ലീപ്പിന്റെ പ്രോഗ്രാം, എന്റെ പേരെന്നെ സ്ലീപ്പ് മാസ്റ്ററി എന്നാണ്. സോ ആ ഒരു മാസ്റ്ററി ലെവൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മളത് ഏതെങ്കിലും ഒരു ഡയറ്റ് പ്ലാൻ കൊടുക്കുകയോ, അതായത് ദർ ഈസ് നോ ഡയറ്റ് പ്ലാൻ. പക്ഷെ നിങ്ങൾക്കറിയാം, നിങ്ങൾ മാസ്റ്റർ ആണ്. നിങ്ങൾ പുറത്തു പോകുമ്പോൾ എങ്ങനെ ഫാസ്റ്റ് ചെയ്യണം, എന്തൊക്കെ ഭക്ഷണം കഴിക്കാം, എവറിത്തിങ് യു നോ ഇറ്റ്. അപ്പോ അത് സ്ലീപ്പിലാണെങ്കിലും അതിന് എത്ര സമയം ഉറങ്ങണം, എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം ഉറങ്ങണം, ഇനി റിക്കവറി ചെക്ക് ചെയ്യാൻ അറിയാം നിങ്ങളുടെ ട്രാക്കർ ഉപയോഗിച്ച്. നിങ്ങളുടെ റിക്കവറി കറക്റ്റ് അല്ലെങ്കിൽ എങ്ങനെ പിറ്റേ ദിവസം എക്സസൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കണ്ടന്റിൽ ഫോക്കസ് ചെയ്യാനാണ്. ഓക്കെ, +2 പഠിക്കുക, 10ാം ക്ലാസ് അത് പഠിക്കുക, ഇത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽ ബിൽഡിംഗ് ആണ് എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. എന്തിനാ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാസ്റ്റർ ആവാനാണ്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്, ഇനി നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് സ്കിൽ ബിൽഡിങ്ങിലാണ്. സ്കിൽ ബിൽഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നെക്സ്റ്റ് ലെവലിൽ പോകാൻ പറ്റുള്ളൂ. നമ്മൾ വെൽത്ത് ക്രിയേഷനുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ 3 കാറ്റഗറി ഓഫ് പീപ്പിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. പീപ്പിൾ ഹു സെൽ, അല്ലെങ്കിൽ ഹു ട്രേഡ് ദെയർ മണി, ഹു ട്രേഡ് ദെയർ ടൈം ഫോർ മണി. അവരുടെ സമയം കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് അവരുടെ സ്കില്ല് കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്ന ആളുകളാണ്. സ്കില്ല് കൊടുത്തിട്ടാണ് നമ്മൾ പൈസ ഉണ്ടാക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പുവറിൽ നിൽക്കും എന്നുള്ളതാണ്. നൗ നിങ്ങൾക്കുള്ളൊരു ആക്ടിവിറ്റിയാണ്, നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യുക നിങ്ങളുടെ നോട്ട് പാഡിൽ. എന്തൊക്കെ റിയൽ സ്കിൽസ് ആണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, നിങ്ങൾക്ക് ഒരു പക്ഷേ ഫാസ്റ്റിംഗ് പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിയാം, സ്ലീപ്പ് അറിയാം, എക്സസൈസ് മാസ്റ്റർ ആയിട്ടുള്ള, അതായത് നിങ്ങളുടെ കോൺഷ്യസ് എഫേർട്ട് ഇല്ലാതെ പല്ലിലേക്ക് നമുക്കറിയാം, അത് ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. നമുക്ക് അതിന് എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല, അതിന് കോൺഷ്യസ് തോട്ടിന്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ മാസ്റ്റർ ആയിട്ടുള്ള എന്തൊക്കെ ഏരിയകളുണ്ട്?
ഒരു 10 മാസ്റ്റർ ആയിട്ടുള്ള ആളുകൾ വളരെ കുറവാണ്. ഞാൻ കുറെ നോക്കിയിട്ടുണ്ട്. അപ്ലിക്കബിൾ ആയിട്ടുള്ള നോളേജ്, അപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇൽമൻ നാഫിയ സ്കില്ല് നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എഴുതി നോക്കിയേ. നിങ്ങൾ ഷെയർ ചെയ്യൊന്നും വേണ്ട, ബിക്കോസ് ചിലപ്പോൾ ഷെയർ ചെയ്യാൻ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ PG യും UG യും അല്ലെങ്കിൽ PhD ഒക്കെ എടുത്തതിന് ശേഷവും പലപ്പോഴും നമ്മൾ റിയൽ പഠനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എഴുതി കഴിഞ്ഞോ? അത് പിന്നെ എന്റെ സംസാരിക്കട്ടെ? യെസ് പ്ലീസ്. ഹലോ, യെസ് പറഞ്ഞോളൂ. പക്ഷേ നമ്മളിപ്പോ മാസ്റ്ററേറ്റിൽ നമ്മളിപ്പോ സാറ് പറഞ്ഞ ഇൽമൻ ആഫിയ പറഞ്ഞ അതില് അപ്പുറത്തായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഞാനിപ്പോ എല്ലാവർക്കും ഇടയിൽ സംസാരിക്കാന്ന് തോന്നരുത്. ഇപ്പൊ അവലിൽ ഇൽമില്ല, നമ്മള് എന്ത് കാര്യമാണ് ഒരു സമയത്ത് ചെയ്യേണ്ടത് അതാണ് ഏറ്റവും നല്ലൊരു അറിവ്. അല്ലെങ്കിൽ ആ കാര്യം ചെയ്യുന്നത് അതൊരു മാസ്റ്ററിക്കും മേലേക്കുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടത്. ഇപ്പൊ ഒരു കുട്ടിക്ക് ഇപ്പൊ ഒരു പ്രായമായ ഒരാള് വരുന്ന സമയത്ത് ചിലപ്പോ നമ്മൾ കസേര ഇട്ട് കൊടുക്കലേ കാരണം ആ സമയത്ത് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അത് അറിയാന്നുള്ളത് ശരിക്കും അതൊരു ശരിക്കും ഒരു മാസ്റ്ററാണ്. അങ്ങനത്തെ കാര്യങ്ങളാണ്. അതെ, എന്റെ ചോദ്യം ഇതാണ്, അങ്ങനെ ഒരു കസാല ഇട്ട് കൊടുക്കണം എന്നുള്ളത് എഫേർട്ട് എടുത്തിട്ട് അയ്യോ ഒരു വയസ്സായ ആള് വരുന്നു എനിക്ക് ഒരു കസാല ഇട്ട് കൊടുക്കണം എന്നുള്ളത് എഫേർട്ട് ഇട്ടിട്ടാണോ ചെയ്യുന്നത്? ഒരു വയസ്സായ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇരുന്ന് ചെയർ എടുത്ത് കൊടുക്കലാണോ? അങ്ങനെയാണെങ്കിൽ അതാണ് മാസ്റ്ററി. എഫേർട്ട് ഇല്ലാതെ ചെയ്യുന്ന ഏത് കാര്യവും മാസ്റ്ററിയാണ്. അതെ, അപ്പോ നമുക്ക് ശരിക്കും ഒരു 12 വയസ്സ് ആവുന്നതിന് മുമ്പ് തന്നെ ഒരു കുട്ടീനെ മോൾഡ് ചെയ്തിട്ട് ഇപ്പൊ എനിക്കിപ്പോ പ്രായം 32 കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടിയിലേറെ കാര്യങ്ങള് ആ ചെറിയ കുട്ടിയൊക്കെയാണ് ശരിക്കും മാസ്റ്റർക്ക് കാരണം ആവണ ഒരാള് ആവാന്ന് മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ. 100% കുട്ടികളുടെ കേസിൽ ഉദാഹരണം പറയണ ഇപ്പൊ പറഞ്ഞോളൂ. പിന്നെ പിന്നെ ഞാൻ മനസ്സിലാക്കി, എന്റെ അറിവ് എല്ലാവരും അറിവ് ലിമിറ്റഡ്. ഞാൻ മനസ്സിലാക്കുന്നത് ടീനേജ് പ്രായം തൊട്ട് നമ്മള് മനസ്സിൽ പല കാര്യങ്ങളിലും നമ്മൾ സമ്മർദ്ദത്തിനും കൂടി വഴങ്ങാണ്. ടീനേജിന് മുമ്പേ നമ്മൾ ഇപ്പോ പ്രഷർ സ്കൂളിൽ എന്റെ ജീവിതമൊക്കെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ടത് എന്നെ നന്നാക്കിക്കൊണ്ട് എന്റെ ലൈഫ് തകർത്തുകൊണ്ട് ശരിക്കും എന്റെ സ്കൂൾ ജീവിതമാണ്. അത് എല്ലാവരിലും അങ്ങനെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഒരു മനുഷ്യനെ ഒരു സൈഡിൽ നിന്ന് മാത്രം താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. റബ്ബ് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിനല്ലാതെ പഠിച്ചവനല്ലാതെ ഒരു മനുഷ്യനെയും മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല. ഒരുപാട് കാര്യങ്ങൾ ഇതാക്കാണ്ട് ഇപ്പൊ കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ ആ സ്ലീപ് മാസ്റ്ററിയില് എനിക്ക് വന്നതുകൊണ്ട് ഞാൻ അതിന് ശേഷം വെയിറ്റ് കുറെ ചെയ്തിട്ട് ഇപ്പൊ ഇന്ന് ഞാൻ തൂക്കി 60 കിലോനാണ്. അതിനുശേഷം ഞാൻ എത്ര കൂടുതൽ പറ്റി ഭക്ഷണം കഴിക്കണം എന്ന് ചിന്തിച്ചാൽ പോലും എന്റെ ഓട്ടോമാറ്റിക്കായിട്ട് ഭക്ഷണത്തിന് ഇന്ത്യക്ക് കഴിയൂല. എനിക്ക് കഴിയൂല, ഭക്ഷണം എടുക്കാൻ കഴിയില്ല. ഞാൻ ഇന്ന് 60 കിലോനാണുള്ളത്. ഞാൻ എന്റെ BP ചെക്ക് ചെയ്തു ബാക്കിയുള്ള. അപ്പൊ ഡോക്ടർ പറഞ്ഞാൽ നല്ല ഹെൽത്തി ആണ് ബാക്കിയുള്ള. പിന്നെ വരക്കാൻ വേണ്ടിയിട്ടൊരു 15 മിനിറ്റ് ഇതാണ് ഇന്ന് ഒരു ഡോക്ടർ, പിന്നെ ലേഡി ഡോക്ടറാണ്, റിട്ടയർ ആയിട്ടൊരു ഡോക്ടർ പ്രമീള പറഞ്ഞിട്ടുള്ള ഡോക്ടർ കണ്ടത്. അപ്പൊ പറഞ്ഞ കാര്യം എനിക്ക് എന്റെ ജോലിന്റെ ഭാഗത്തും ബാക്കിയുള്ള എനിക്ക് ഉറക്കം എന്ന സംഭവം ഡീപ് സ്ലീപ്പ് എനിക്ക് വളരെ കുറവാണ്. ഡീപ് സ്ലീപ്പ് ഞാൻ ട്രാക്ക് ചെയ്യുന്ന എനിക്ക് ഇന്നെ ട്രാക്ക് ചെയ്യാൻ ഞാൻ ഇൻസ്ട്രുമെന്റ് എടുക്കണം വിചാരിച്ചു. പക്ഷെ അത് മനസ്സിലാക്കി ഇപ്പൊ ഞാൻ മസിൽ എങ്ങനെ ഗെയിൻ ചെയ്യണം എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങൾ ഇതാക്കി. മസിൽ ഗെയിനിങ് എന്റെ ശരീരത്തിനുണ്ട്, പക്ഷെ എന്റെ ബോഡിക്ക് അത് പോരാ, അത്ര പോരാ. ഞാൻ അതിലേറെ കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. എന്റെ എഞ്ചിൻ സാറ് തന്നെയാണെന്ന് തോന്നുന്നു. അതായത് പറഞ്ഞു വേറൊരാളോ സാറെ പറഞ്ഞാൽ കേട്ടിരുന്നു. ഇപ്പൊ നമ്മളൊരു പിന്നെ കാറ് സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ട് പോകണ്ടും ഓഫ് ആക്കിയാലും തമ്മിലുള്ള അതേമാതിരി ശരിക്കുള്ള ഒരു എഞ്ചിൻ ഓഫ് ആകാത്തൊരു അവസ്ഥ എനിക്കുള്ളത്. ഞാൻ ഇപ്പൊ ഇതും പറഞ്ഞു. ഇവിടെ ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്യാണ്, നമുക്ക് നീണ്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് ഇപ്പൊ അംജദ് പറഞ്ഞില്ലേ, ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആക്ച്വലി മാസ്റ്ററി എന്നുള്ള ചെയർ ഇട്ട് കൊടുക്കുക എന്നുള്ളത്. അതെ,
അല്ലേ? എന്ന് പറഞ്ഞല്ലോ, ആ യെസ് ഓർ നോ? യെസ് യെസ് അപ്പോ നിങ്ങളുടെ ഉറക്കം എന്ന് പറയുന്നത് പ്രകൃതിയിലെ പവർഫുൾ ടൂൾ ആണെന്നും ആ സമയത്ത് അതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മാസ്റ്റർ ചെയ്യണം. യെസ് ഓർ നോ? ആണ് യെസ്. ഇതിനെയാണ് സ്കില്ല് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെയാണ് സ്കില്ല് എന്ന് പറയുന്നത്. ഇതിനെയാണ് മാസ്റ്റർ എന്ന് പറയാം. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിനെ ഓട്ടോമേറ്റഡ് ആയിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മാസ്റ്ററി ആയി കഴിഞ്ഞാൽ, നിങ്ങൾ സ്ലീപ്പിൽ മാസ്റ്ററി ആയി കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു എനിക്ക് ഭക്ഷണം കൂടുതൽ കഴിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ പ്രോഗ്രാമിൽ ഒരിക്കലും ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ അതിന് മാസ്റ്ററായി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കിട്ടുന്നത്. അപ്പോ സ്ലീപ്പ് മാസ്റ്ററി ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഏരിയകൾ നിങ്ങൾ മാസ്റ്റർ ആയിട്ടുണ്ട്. ഇനി അടുത്ത ഏരിയയിൽ മാസ്റ്റർ ആവണം. കാരണം നിങ്ങളത് പഠിച്ചു, അത് വീണ്ടും വീഡിയോ കണ്ടു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ മാസ്റ്റർ ആവുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ വരുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? പിന്നെ അതിൽ നമ്മൾ പറഞ്ഞ കേൾക്കണ്ട്. ഹലോ, യെസ് ഓഡിബിൾ അല്ലേ? യെസ് ഞാൻ വീഡിയോ പറയാം. ഓണാക്കാം. അതായത് പിന്നെ ഞാൻ അതിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഇന്റെ സ്ലീപ്പ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രോപ്പർ സ്ലീപ്പ് സൈക്കിൾ എനിക്ക് തന്നെ, ഞാൻ രാവിലെയും കൂടെ ഉറക്കം ആളാണ്. പക്ഷെ എന്റെ ജോലിന്റെ ഭാഗമായിട്ട് എനിക്ക് അത് സാധിക്കണില്ല. ഞാൻ പിന്നെ ഞാൻ അന്ന് ചെയ്തതില് അല്പം ബിയറിന്റെ കരടിന്റെ സ്വഭാവം ബാക്കിയുള്ള ഒരാളാണ്. പക്ഷെ അത് കൂടാണെങ്കിൽ എനിക്ക് രാവിലെയും കൂടി കുറച്ച് ഉറക്കം എടുക്കണം. ആ ഉറക്കം എനിക്ക് നഷ്ടപ്പെടുന്നതുകൊണ്ട് എനിക്ക് നൈറ്റിൽ എനിക്ക് ഉറക്കം എടുക്കാനില്ല. നൈറ്റിൽ ഉറങ്ങിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് എണീക്കണേ. അവിടെ എന്താണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇതേ അംജദ് പറഞ്ഞത് തന്നെയാണ് ഉത്തരം. അതായത് അംജദ്, നമ്മൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഓക്കെ, വി ആർ സഫറിങ് ഇൻ സം ഏരിയ. അതിന്റെ അർത്ഥം വി ആർ ഇഗ്നോറന്റ് ഇൻ സം ഏരിയ. നമുക്ക് ഏതോ ഒരു ഏരിയയിൽ സ്കിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സഫർ ചെയ്യുന്നത്. അപ്പോ അംജദിന് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അംജദ് ചെയ്യേണ്ടത്, അംജദ് സ്വന്തം കമ്പനിയാണോ അതല്ലെങ്കിൽ ഒരു സ്റ്റാഫ് ആണെങ്കിൽ അതിന്റെ ലീഡർഷിപ്പിൽ ആളോട് പറയണം, എനിക്ക് ഇത്ര സമയം ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പ്രൊഡക്ടിവിറ്റി കൂടും, എനിക്ക് ഭയങ്കരമായിട്ട് തിങ്കിങ് ക്ലാരിറ്റി കുറവുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ളത് സ്കില്ലാണ്. ആ കമ്മ്യൂണിക്കേഷന്റെ കാര്യങ്ങൾ അത് നമ്മളെ എം ഡിക്ക്, ഇപ്പൊ ഇന്ത്യ സ്ഥാപനം എന്നുള്ളത് തന്നെ എനിക്ക് പറയാം. പക്ഷെ നമ്മളെ എം ഡിക്ക് അത് കാര്യങ്ങൾ മനസ്സിലാവില്ല. ഞാൻ ഈവൻ ഇപ്പൊ 12,000 രൂപ മുടക്കിക്കാണ്ട് ഇപ്പൊ ഒരു മാസമായി ഒരു ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ് വേറെ അപ്പുറത്ത് എടുത്തിട്ടാണ്. പക്ഷെ അവിടെ വരെ എനിക്ക് പോവാന് അത് സമ്മതിക്കണില്ല. അപ്പാർട്ട്മെന്റ് 2 ബെഡ്റൂം, കിച്ചണ്, ജസ്റ്റ് എന്റെ സ്ഥാപനത്തിന്റെ ഒരു 700 മീറ്ററിന്റെ അപ്പുറത്ത് തന്നെ അപ്പാർട്ട്മെന്റ് എടുത്തിട്ടുണ്ട്. 12 രൂപ ഞാൻ മുടക്കിക്കണേ. എനിക്ക് എന്നാലും എനിക്ക് ബെനിഫിറ്റ് തന്നെയാണ്. പക്ഷെ ഇന്നേ വരെ ഞാൻ ഒറ്റ ദിവസം നിന്നിട്ടില്ല. അവിടെ പോയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് സ്കില്ലിൽ എന്തോ പ്രശ്നമാണത്. അതാ പറഞ്ഞത്, നമ്മളൊരു സാധനം ചെയ്തു, ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തു, നിങ്ങൾ അപ്പാർട്ട്മെന്റ് വാങ്ങി, അതുകൊണ്ട് നിങ്ങളുടെ ട്രാക്ക് ശരിയാവില്ല. നിങ്ങൾ അതിലോട്ടുള്ള ഒരു സ്കില്ല് ബിൽഡ് ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പൊ അവയർനെസ് ഉണ്ട്, അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് നോളേജ് ഉണ്ട്, ഇൽമുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. അതിൽ നിങ്ങൾ ആക്ഷൻ എടുക്കണം. അപ്പോ അംജദ് ഇപ്പൊ സംസാരിക്കുന്നതൊക്കെ ഒരു വിക്ടിം മൈൻഡ് സെറ്റ് എന്നാണ്. അവിടുന്ന് പുറത്തു വരണം. നമ്മൾ ഒരിക്കലും നമ്മുടെ സറൗണ്ടിങ്ങിനെ, നമ്മുടെ ചുറ്റുപാടിനെ, നമ്മുടെ കൂടെയുള്ള ആളുകളെ കുറ്റം പറയാൻ പാടില്ല. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, ആക്ഷൻ എടുക്കുക. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇന്ത്യന്ന് പറഞ്ഞാൽ അത് സിസ്റ്റം ആക്കിയിട്ട് മാറ്റിയാൽ അത് റെഡി ആവൂലേ? ആ സ്കില്ല് റെഡി ആവൂലേ? 100%. അതാ ഞാൻ പറയണത്. അതിന് അത് 3 months കണ്ടിന്യൂസ് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാല് അതൊരു സിസ്റ്റമായിട്ട് മാറും. ഇതിപ്പോ സ്ലീപ്പ് മാസ്റ്ററി ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാല് അത് പിന്നെ ആ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ ഞാൻ സ്ലീപ്പ് മാസ്റ്ററി സാറിന്റെ കുറച്ച് കാര്യങ്ങളെ അറ്റൻഡ് ചെയ്തിട്ടുള്ളെങ്കിലും എനിക്കൊരു 2-3 മാസം നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാനത് ഫോളോ ചെയ്യുന്നതിൽ ചെറിയൊരു നോമ്പും കാര്യങ്ങളെല്ലാം വന്നപ്പോ എല്ലാം ഡിസ്ട്രാക്റ്റഡ് ആയി. പിന്നെ അതെന്റെ കയ്യിൽ നിന്ന് പോയി. അതുപോലെയല്ല, ഒരു കോഴ്സ് ചെയ്യുമ്പോ നമുക്ക് അത് ആ കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്ര, 6 months അങ്ങനെ ഇല്ലേ? അത് ആ കോഴ്സ് സാറിന്റെ കോഴ്സ് 6 months ആവുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും അത് പെർഫെക്റ്റ് ഓക്കെ ആവേണ്ടതല്ലേ? അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാല്. അപ്പോ എനിക്ക് തോന്നുന്നു ഇതാണ് ഈ ഇന്നത്തെ ടോപ്പിക്കിന്റെ മെയിൻ ലക്ഷ്യം. ഇതാണ്
എന്തുകൊണ്ട് അംജദിന് അത് ഫോളോ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ബിക്കോസ് യു ഡിഡ്ന്റ് ബിൽഡ് ദ സ്കിൽ. യു ആർ നോട്ട് റിയലി ലേൺഡ്. യു ലേൺഡ്. ഞാൻ വിചാരിച്ചിനി ഈ ഫാസ്റ്റിംഗ് ഇനി നെക്സ്റ്റ് പിന്നെയും ജോയിൻ ചെയ്യേണ്ടി വരും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ. കാരണം വെച്ചാൽ കുറെ ആൾക്കാർ ചെയ്ത ആൾക്കാർ തന്നെ പിന്നെയും വന്നിട്ടുണ്ടല്ലോ റിവിഷൻ ചെയ്യാൻ. അപ്പോ ഞാൻ വിചാരിച്ചത് ഇത് എല്ലാ ഇയറിലും സാറിന്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്യേണ്ടി വരും. പക്ഷെ എനിക്ക് അൽഹംദുലില്ലാ അത് ആ സിറ്റിംഗ് 2 മാസത്തെ കോഴ്സ് തന്നെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റി. അതുപോലെ ചെയ്യാന് നമ്മൾ അതിനൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളത് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സാറിന്റെ ഒരുവിധം ചെയ്ത കോഴ്സുകളെല്ലാം എനിക്ക് അങ്ങനെയാ തോന്നിയിട്ടുള്ളത്. നമ്മളത് അത് അത്രക്കും സാർ പറഞ്ഞ പോലെ ആ ഒരു സ്കിൽ ലേൺ ചെയ്യാന്നുള്ള മൈൻഡോട് കൂടിയിട്ട് നമ്മൾ അതിനെ സമീപിക്കണം അല്ലെ? യെസ് 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 അതാണ് ഇന്നത്തെ പ്രോഗ്രാമിന്റെ ലക്ഷ്യം. അതായത് നിങ്ങൾ ജസ്റ്റ് ഇത് കണ്ടത് കൊണ്ടോ കേട്ടത് കൊണ്ടോ എഴുതിയെടുത്തത് കൊണ്ടോ കാര്യമില്ല. ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് ബെറ്റർ. അതൊന്നും ചെയ്യാത്ത ആൾക്കാരെക്കാട്ടിലും ബെറ്റർ ആണത്. പക്ഷേ സ്റ്റിൽ യു വാണ്ട് ടു ബിൽഡ് സ്കില്ല് ബിൽഡ് ചെയ്യണം. എൻ്റെ ആ ഫ്രണ്ടിന്റെ കഥ പറഞ്ഞില്ലേ, ആ ഫ്രണ്ട് ഞാൻ പറഞ്ഞത് 8 വർഷം മുമ്പെയാണ്, ഒരു 5-8 വർഷം മുമ്പെയാണ്. എൻ്റെ ഫസ്റ്റ് സാലറി എന്ന് പറയുന്നത്, ഞാൻ PG കഴിഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റ് സാലറി എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ് 7,500 rupees ആയിരുന്നു. എൻ്റെ കൂടെയുള്ള PG കഴിഞ്ഞ പല ആളുകൾക്കും, ഡെവലപ്പേഴ്സ്, മാസ്റ്റേഴ്സ് കഴിഞ്ഞതാ 5,000, 6,000, 10,000, 12,000, 15,000 ഇതൊക്കെയാണ് അവരുടെ സാലറി. പക്ഷെ എൻ്റെ ഫ്രണ്ട് അവന്റെ മന്ത്ലി റവന്യൂ അപ്രോക്സിമേറ്റ്ലി 1 lakh ആയിരുന്നു അന്നത്തെ കാലത്ത്. സോ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് സ്കിൽ പ്രശ്നമാണുള്ളത്. ദർ ഇസ് നത്തിങ്, ഒന്നുമല്ല. നിങ്ങളുടെ സ്ട്രാറ്റജി പ്രശ്നമല്ല, നിങ്ങൾക്ക് ഡയറ്റ് അറിയാത്തതല്ല, നിങ്ങൾക്ക് ഉറക്കത്തിന്റെ ഇമ്പോർട്ടൻസ് അറിയാത്തതല്ല, നിങ്ങൾക്ക് എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് അറിയാത്തതല്ല, നിങ്ങൾ അതിൽ സ്കില്ല് ബിൽഡ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഡെയിലി 5 minutes നമ്മൾ എന്തിനാണ് എക്സസൈസ് ചെയ്യുന്നത്? അത് സ്കില്ലായിട്ട് മാറാൻ വേണ്ടിയിട്ടാ. അല്ലെങ്കിൽ ലുത്തുഫയുടെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചെന്നാ പോരെ നിങ്ങൾക്ക്? എന്തിനാണ് നമ്മൾ കമ്മിറ്റഡ് ആയിട്ട് ഡെയിലി എല്ലാ ദിവസവും 5 minutes എക്സസൈസ് ചെയ്യുന്നത്? ബിക്കോസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. നിങ്ങൾക്ക് ഇത് മാസ്റ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ എക്സസൈസ് എന്ന് പറയുന്നത് പല്ല് തേക്കുന്നത് പോലെയുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഹ്യൂജ് സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനുവേണ്ടി നിങ്ങൾ ഹ്യൂജ് എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അഗെയിൻ റീക്യാപ്പ് ആണ്. മാസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ എബിലിറ്റി ടു എക്സിക്യൂട്ട് എഫേർട്ട്ലെസ്ലി, ഈസി ആയിട്ട്, വിത്തൗട്ട് യൂസ് ഓഫ് കോൺഷ്യസ് എഫേർട്ട്. കോൺഷ്യസ് റിസോഴ്സസിനെ, നമ്മുടെ മൈൻഡിന്റെ കോൺഷ്യസ് ചിന്താതലത്തിന്റെ റിസോഴ്സസിനെ ഒന്നും ഉപയോഗിക്കാതെ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതിനെയാണ് മാസ്റ്ററി എന്ന് പറയാം. അങ്ങനെ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? നിങ്ങളുടെ റിസൾട്ട് എഫേർട്ട്ലെസ് ആയിരിക്കും. നിങ്ങളുടെ റിസൾട്ട് എഫേർട്ട്ലെസ് ആയിരിക്കും. വെൻ യു പുട്ട് യുവർ എഫേർട്ട് ആൻഡ് എനർജി ഇൻ ടു മാസ്റ്ററി ആവാൻ വേണ്ടി നിങ്ങളുടെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ സംഭവിക്കുക വെച്ചാൽ നിങ്ങളുടെ റിസൾട്ട് വളരെ ഈസി ആയിരിക്കും, എഫേർട്ട്ലെസ് ആയിരിക്കും. നിങ്ങൾ കാർ ഓടിക്കുന്നത് പോലെ, ബിജു പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കാറും ബൈക്കൊക്കെ ഓടിക്കുന്നത് പോലെ എഫേർട്ട്ലെസ് ആയിട്ട്, വളരെ എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി 2 എക്സാമ്പിൾ. ആദ്യത്തെ എക്സാമ്പിൾ ഇതാണ്. ഞാൻ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിന്, ഒരു നാട്ടിലൊരു ഗെറ്റ് ടുഗദറിന് പോയപ്പോൾ, ഞാനൊരു സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ടാണ്, ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കർ ഒന്നുമല്ല. പല ആളുകളും തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പൊ ഞാൻ അവിടെ പോയപ്പോൾ എന്നെ അവർ മോട്ടിവേഷൻ സ്പീക്കർ എന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് എന്നോട് നന്ദി പറയുന്ന ഒരു നന്ദി പ്രസംഗം, വോട്ട് ഓഫ് താങ്ക്സ് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതൊന്ന് പറയണമെന്ന് എന്നെ വിളിച്ചു. അപ്പോ എന്റെ ആദ്യത്തെ നന്ദി പ്രസംഗമാണത്. ഓക്കെ, ഇതിന്റെ മുമ്പ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എനിക്കറിയാം ഞാൻ അതിൽ വീക്കാണ്, എനിക്കതിൽ സ്കില്ലില്ല. അപ്പൊ ഞാൻ അവിടെ ചെയ്തു. ഞാൻ എങ്ങനെയൊക്കെ തപ്പിത്തറഞ്ഞ് ബബ്ബൊക്കെ അടിച്ച് സംഭവം ഞാൻ പറഞ്ഞ് ഒപ്പിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഒരാള് എൻ്റെ അടുത്ത് ചോദിച്ചു, മാറൂഫേ, നീ വലിയ സ്പീക്കറൊക്കെയാണ്, മോട്ടിവേഷൻ സ്പീക്കറൊക്കെ എന്ന് പറഞ്ഞിട്ട് നീ അവിടെ സ്റ്റേജിൽ കയറിയപ്പോ നീ ബബ്ബ അടിക്കുന്നുണ്ടായിരുന്നല്ലോ, നീ വിറക്കുന്നുണ്ടായിരുന്നല്ലോ എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഇത് എൻ്റെ മാസ്റ്ററി ലെവലല്ല, എനിക്ക് അറിയുന്ന കാര്യമല്ല അത്, അതിന് ഞാൻ ഇഗ്നറന്റാ, ഞാൻ അതിന് മാസ്റ്റർ ആവാൻ നോക്കിയിട്ടില്ല. അതേസമയം ഒരു വലിയ ഓഡിയൻസിന്റെ മുമ്പിൽ എനിക്ക് എഫേർട്ട്ലെസ് ആയിട്ട് ഫ്ലോയിൽ സംസാരിക്കാൻ പറ്റും. റീസെന്റ് ബഹ്റൈനിൽ പോയപ്പോ സജീബ് ഉണ്ടോ ഇതില്? സജീബ് ഉണ്ട്. ബഹ്റൈനിൽ പോയപ്പോ സജീബാണ്. യെസ്, സജീബ്.
എനിക്ക് ഒരു കാര്യം സജീബിനോട് ചോദിക്കുകയാണ്. അതായത് ബഹ്റൈനിൽ വന്നപ്പോ സജീവായിരുന്നു എന്നെ അവിടെ ആ സ്പീക്കിംഗ് എൻഗേജ്മെന്റിൽ കൊണ്ടുപോയതും പിക്ക് ചെയ്തതും ഒക്കെ എനിക്ക് ഫുഡ് വാങ്ങിത്തതും ഒക്കെ സജീവായിരുന്നു. അപ്പോ സജീബ് ഞങ്ങൾ സ്റ്റേജിലോട്ട് കയറുന്നതിന് മുമ്പ് ഞാൻ അവിടെ ആ ലൊക്കേഷനിലെത്തി. അപ്പൊ സജീവ് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ചുമ ഉണ്ടായിരുന്നു, നല്ല ചുമ ഉണ്ടായിരുന്നു. നല്ല ചുമ പറഞ്ഞാൽ ഞാൻ അങ്ങനെ സംസാരിക്കുമ്പോ സജീവ് എന്ത് ചെയ്യാണ്? വീണ്ടും ചുടുവെള്ളം കൊണ്ടുവന്ന് 2, 3, 4 കപ്പൊക്കെ ഞാൻ കുറച്ച് സജീവ് ചോദിച്ചു, ആക്ച്വലി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ സ്റ്റേജിൽ എന്ന്? യെസ് ഓർ നോ സജീവ്? അത് ചോദിച്ചു അങ്ങനെ ഞാന് ആ സെഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോ സജീവ് എന്നോട് ഒരു കാര്യം ചോദിച്ചു. എന്താണത്? അപ്പൊ ചുമ എങ്ങനെ നിന്നു എന്നുള്ളത്. ഞാൻ സ്റ്റേജിൽ കയറിയപ്പോ ചുമച്ചില്ല. ബിക്കോസ് അവിടെ കയറുമ്പോ നമ്മൾ മാസ്റ്ററി ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്. മാസ്റ്ററി ലെവലാണ് നമ്മൾ ഹയർ സെൽഫ് എന്നാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ പീക്ക് ഹയർ വൈബ്രേഷനിലാണ് നമ്മളുള്ളത്. ആ സമയത്ത് ഈ പ്രശ്നങ്ങളൊന്നും ഒരു സ്വാഗത പ്രസംഗാഷണം നന്ദി പ്രസംഗം പറയാൻ പറഞ്ഞപ്പോ എനിക്ക് കൈവിട്ട് പോയി. ബിക്കോസ് ഐ എം നോട്ട് മാസ്റ്റർ ഇൻ ദാറ്റ്. അപ്പോ നമ്മളൊരു ഏരിയയിൽ മാസ്റ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ എഫേർട്ട്ലെസ് ആയിരിക്കും, ഈസി ആയിരിക്കും. അപ്പൊ സജിതിനോട് പറഞ്ഞു, ഞാൻ സ്റ്റേജ് കയറി കഴിഞ്ഞാല് ഞാൻ വേറെ ആളാണ്. നിങ്ങൾ ഈ കാണുന്ന ആളല്ല. അപ്പോ എല്ലാത്തിലും നമ്മൾ മാസ്റ്റർ ആവേണ്ട ആവശ്യമില്ല. പക്ഷെ ചില ഏരിയകളിൽ ഞാൻ മാസ്റ്റർ ആയേ പറ്റൂ. ഇപ്പൊ ഈ പ്രസന്റേഷൻ ഇതൊക്കെ ഞാൻ എന്തോ സെഷൻ എടുക്കണല്ലോ, ഇങ്ങനെയല്ല. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ പീക്ക് എനർജിയിലാണ്. എന്റെ മൈൻഡ് വളരെ ക്ലാരിറ്റിയാണ്. ഐ എം സോ ഹാപ്പി ബിക്കോസ് ഇത് എഫേർട്ട്ലെസ് ആണ്. എജുകഫേയിൽ ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്ക്. യെസ്, ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അതാണ് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. സാറിന്റെ പ്രസന്റേഷൻ ഭയങ്കര പവർഫുൾ ആണ്. കാലിക്കറ്റ് എജുകഫേയിൽ വേറെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് അതായത് അതിന്റെ എനർജി പറഞ്ഞല്ലോ, അതിന്റെ പ്രസന്റേഷൻ സംഭവം. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ദിവസം അവിടെ തങ്ങിയിട്ട് തിരിച്ചു വരാന്നൊക്കെ വെച്ചിട്ട് ഞങ്ങള് മലപ്പുറം കുറച്ച് കഴിഞ്ഞപ്പോ വൈഫ് പറയാണ്, അവിടെ ഇടാനുള്ള കോട്ട് എടുത്തിട്ടില്ല, ബ്ലേസർ എടുത്തിട്ടില്ല. ഇനി തിരിച്ചു പോകണമെങ്കിൽ 1 hourന്റെ മേലെ തിരിച്ച് ട്രാവൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സമയത്ത് അവിടെ ഒരു രക്ഷയില്ല. ഈ സെഷന്റെ അവിടെ പോയിട്ട് നമുക്ക് കോട്ട് വാങ്ങാൻ പറ്റും? ഒരു ഐഡിയ ഇല്ല. കംപ്ലീറ്റ്ലി സ്ട്രെസ്ഡ് ആയിരുന്നു. കംപ്ലീറ്റ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോ എന്റെ വൈബ്രേഷൻ മാറി. എന്താണ്? ഐ എം മാസ്റ്റർ ഓൺ ദാറ്റ്. ഞാൻ അതിന് മാസ്റ്ററാണ്. അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ മാസ്റ്റർ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് എഫേർട്ട്ലെസ് ആയിരിക്കും. ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് വേണ്ടത്. അതായത് നിങ്ങൾക്ക് കിട്ടേണ്ടത് ഇതാണ്. കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിസൾട്ടിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. യു നീഡ് ടു ഗെറ്റ് എ റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്യണം. അതിനാണ് നമ്മൾ ഹാബിറ്റ് ട്രാക്കർ ഫോളോ ചെയ്യുന്നത്. അതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രാക്കർ ഫോളോ ചെയ്യുന്നത്. അത് ഫോളോ ചെയ്ത ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. കാരണം അവർ ലേൺ ചെയ്തിട്ടുണ്ട്. മറ്റേ ആളുകൾ ഹാബിറ്റ് ട്രാക്കർ ഒരു സാധനം പഠിച്ചിട്ടുണ്ട്. ദേ ലേൺഡ് അബൌട്ട് സംതിങ്. സോ നിങ്ങൾ ഒരു സംഗതിയിൽ മാസ്റ്റർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഫേർട്ട്ലെസ് ആയിരിക്കും. അത് എഫേർട്ട്ലെസ്. പക്ഷെ പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക്, സജീദിനെ സംബന്ധിച്ചിടത്തോളം, പക്ഷേ ഇതെന്താ സംഭവം, ഇതെങ്ങനെയൊക്കെ നടക്കുന്നത്? ഇപ്പോ ഞാനും മോനും വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ബൈക്കിലാക്കി അല്ലെങ്കിൽ കാറിലാക്കി, അപ്പൊ മോന് പറയും, അപ്പൊ നമ്മൾ കുറെ വർഷങ്ങളായിട്ട് വണ്ടി എടുക്കുന്ന കാരണം നമുക്ക് അതിന് കൺട്രോൾ ഉണ്ട്. അപ്പൊ നമ്മളെ കൈ വിട്ടു വണ്ടി ഒന്നും ഇല്ലെങ്കിൽ. അപ്പൊ വൈഫ് അപ്പുറത്ത് ചീത്ത വിളിക്കും, ഇതെന്തത് പിടിക്കോ എന്നൊക്കെ പറയും. ബൈക്കുമേക്കാണെങ്കിൽ വൈഫ് ബാക്കിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കും. സോ മാസ്റ്ററി എത്തിക്കഴിഞ്ഞാൽ നമുക്കിത് ഈസിയാണ്. ഇപ്പൊ നാട്ടിൽ പല ആളുകൾ ലൈസൻസ് ഉണ്ട്, അല്ലെങ്കിൽ ദുബായിൽ പല ലൈസൻസ് ഉണ്ട്, പക്ഷെ വണ്ടി ഓടിക്കാൻ അറിയില്ല. വണ്ടി ഓടിക്കാൻ പറ്റൂല. ലൈസൻസ് ഉണ്ട് പക്ഷെ വണ്ടി ഓടിക്കൂല. ബിക്കോസ് അവര് അതിനെക്കുറിച്ച് റിയലി പഠിച്ചിട്ടില്ല. ദേ ലേൺഡ് അബൌട്ട് ഡ്രൈവിംഗ്
പക്ഷേ അവർക്കതിൽ മാസ്റ്ററി ഇല്ല എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ആ ഏരിയയിൽ മാസ്റ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ എക്സസൈസ് അതെന്താ ഇല്ല, എനിക്ക് എക്സസൈസ് എന്നുള്ളത്, ഫാസ്റ്റിംഗ് അതെന്താ സംഭവം എനിക്കറിയില്ല. സോ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ. എനിക്ക് ഉറപ്പാണ് ഞാൻ തുടങ്ങുമ്പോ പല ആളുകളും പറയും 18 മണിക്കൂർ മണിക്കൂർ 28 മണിക്കൂർ ഫാസ്റ്റിംഗ് റമദാൻ വരാറ് ഭയങ്കര പേടിയായിരിക്കും. ഇനിയിപ്പോ പട്ടിണി കിടക്കണല്ലോ. നമ്മുടെ പ്രോഗ്രാമുകളിലേക്ക് റമദാൻ വന്നു കഴിഞ്ഞാൽ ഹാപ്പിനെസ് ആയിരിക്കും. സൂപ്പർ, ലെറ്റ്സ് ക്ലീൻ അപ്പ് മൈ ബോഡി എന്നായിരിക്കും അവരുടെ ചിന്ത. അപ്പോ നിങ്ങളൊരു കാര്യത്തിൽ മാസ്റ്റർ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് എഫേർട്ട്ലെസ് ആയിരിക്കും, ഈസി ആയിരിക്കും. എന്തേലും സാറ് പറഞ്ഞത് കറക്റ്റാ. ഞാനും വിചാരിച്ചിനി സാറ് 24 മണിക്കൂറത്തെ ഇതും 48 മണിക്കൂറത്തെല്ലാം പറഞ്ഞിനല്ലോ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ക്ലാസ്സില്. ഇതെങ്ങനെയാ സംഭവിക്കാന്ന് ഞാനും വിചാരിച്ചിന്. പക്ഷെ നമ്മളെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്കത് കറക്റ്റാന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ശരിക്കും സാറ് പറഞ്ഞ ഹംഗ്രി നമ്മൾക്ക് ആ ഫീൽ ഇല്ലാണ്ടാക്കാൻ പറ്റും എന്നുള്ളതല്ലോ. ഇതെല്ലാം ഞാൻ കേൾക്കുമ്പോ ഞാൻ ഫസ്റ്റ് ലോജിക്കലി ഇങ്ങനെ അതിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. അത് നടക്കുവോ, ഇങ്ങനെ നടക്കുവോ, സാറെന്താ ഇങ്ങനെ പറയുന്നതെന്നുള്ള ആദ്യം ഉണ്ടേനു. പിന്നെ അത് എക്സ്പീരിയൻസ് ചെയ്ത് വന്നപ്പോഴോ അത് ഇതാണ് കറക്റ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ ഫാസ്റ്റിംഗ്. 2 മാസം ഉള്ളെങ്കിലും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോ നിങ്ങൾ എങ്ങനെയാണോ വണ്ടി ഓടിക്കാൻ പഠിച്ചത്, നിങ്ങൾ എങ്ങനെയാണോ, ഇനി ഇതല്ല നിങ്ങൾ വീട്ടില് ഇപ്പൊ ലേഡീസ് കുക്കിങ്ങിന്റെ കാര്യം അവരോട് പറഞ്ഞു നോക്കി. കുക്കിങ്ങില് അവർക്ക് ഇതെങ്ങനെ കുക്ക് ചെയ്തെന്നുള്ള ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് പറയാൻ പറ്റൂല. അപ്പൊ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കുക്ക് ചെയ്യും. ഓക്കെ, ജീവിക്കാനുള്ള കുക്കിംഗ് എനിക്കറിയാം. അപ്പൊ പലപ്പോഴും ഞാൻ ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ആണെങ്കിൽ ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ അവരെന്നോട് ചോദിക്കും, ഇത് എങ്ങനെ ഉണ്ടാക്കി, ഇത് എത്ര സ്പൂൺ ഇടണം? എനിക്കറിയില്ല. ഞാൻ മസാലപ്പൊടി ഇങ്ങനെ ടെക് ഇങ്ങനെ കൊട്ട് ചെയ്യുക, സ്പൂണൊന്നും ഞാൻ മെഷർ ചെയ്യാറില്ല. ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ ബുള്ളറ്റ് പ്രൂഫ് കോഫി ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം സ്പൂണൊക്കെ എടുത്ത് MCT ഓയിൽ ഇങ്ങനെ ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ ആക്കി അങ്ങനെയാണ് ഒഴിക്കുക. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ ഒഴിക്കുകയാണ് ചെയ്യാം. ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, നേരെ കോഫിയിലോട്ട് MCT ഓയിൽ ഒഴിക്കും. അപ്പൊ ഇതെന്താ ഇങ്ങനെ ഒഴിക്കണത്? എനിക്കറിയാം 1 ടീസ്പൂൺ എത്തിയാൽ എത്രയായി എന്നുള്ളത്. അപ്പൊ അതെങ്ങനെയാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വളരെ സിമ്പിൾ ആണ്. ഈ MCT ഓയിലിന് ചെറിയൊരു ഹോൾ ഇടുക, അതായത് നമ്മൾ മുട്ടുസൂചിയൊക്കെ ഉപയോഗിച്ച് ചെറിയ ഹോൾ ഇടുക, വളരെ ലൈറ്റ് ആയിട്ട് ഹോൾ. എന്നിട്ട് ഒരു ടീസ്പൂൺ ആദ്യം എടുക്കുക, എന്നിട്ട് ഇതിലോട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോ കൗണ്ട് ചെയ്യുക, ഓരോ ഡ്രോപ്പ് ഒറ്റും. അപ്പൊ ഒരു 10 ഡ്രോപ്പ് ഒറ്റിക്കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു ടേബിൾ സ്പൂൺ ആയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇത് നേരെ പിടിച്ച് ഞാൻ ഡ്രോപ്പ് കൗണ്ട് ചെയ്ത 1 2 3 4 5 6 7 8 9 10 പ്ലസ്. അപ്പോ ഇല്ല, അതെങ്ങനെയാണ് എക്സാക്ട്ലി ചെയ്തതെന്ന് നിങ്ങളുടെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സ് ലേഡീസിനോട് ചോദിച്ചാൽ മതി. അവർക്ക് എക്സാക്ട്ലി പറഞ്ഞു തരാൻ അറിയില്ല. എന്റെ താത്ത ചില കേക്കും ബിസ്ക്കറ്റും ഒക്കെ കീറ്റോ, നമ്മുടെ ഹെൽത്തി സ്റ്റൈലുള്ള ഷുഗർ ഇല്ലാത്ത സ്റ്റൈലിൽ ബിസ്ക്കറ്റും കേക്കൊക്കെ ഉണ്ടാക്കും. അപ്പൊ ഞാൻ ചോദിക്കും, സൂപ്പർ ആണ്, എങ്ങനെ ഉണ്ടാക്കി റെസിപ്പി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. സോ അങ്ങനെ നിങ്ങൾ മാസ്റ്റർ ആവണം നിങ്ങളുടെ ഏതൊരു ഏരിയയിലും. നമ്മൾ ചെയ്യുമ്പോ നമ്മളെ കൈക്ക് ഒരു കണക്കുണ്ടാവും. നമ്മളെ കയ്യിലെടുക്കുന്നത് ഒരു മെഷർമെന്റ് ആയിരിക്കും. പക്ഷെ അത് നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പെട്ടെന്ന് എടുത്തെടുത്ത് ഉപയോഗിക്കുന്നതല്ലേ. അപ്പൊ ആ ഒരു സ്കില്ലാണ്, അത് സ്കില്ലാണ്. നമ്മളെ സ്കില്ല് കൂടുന്നതിനനുസരിച്ചിട്ടാണ് 1/2 മണിക്കൂർ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാനും, തീരെ ഇല്ലാത്ത ആള് 2 മണിക്കൂർ 3 മണിക്കൂർ മെനക്കെട്ട് ഇരുന്നാലും പെർഫെക്റ്റ് ആയിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പറ്റാത്തതും സ്കില്ലിന്റെ തന്നെ ഇതാണല്ലോ അല്ലെ. അപ്പോ നിങ്ങൾ ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ ഈ ബിരിയാണി ഉണ്ടാക്കാൻ എങ്ങനെ പഠിച്ചോ അത് നിങ്ങൾ ചെയ്ത് പഠിച്ചതാണ്. നിങ്ങൾ യൂട്യൂബിൽ വെറുതെ നോക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കുക അല്ലെ, അങ്ങനെയാണല്ലോ. നിങ്ങൾ ചെയ്ത് പഠിച്ചതാണ്. അപ്പൊ അപ്ലിക്കബിൾ നോളേജ്, അപ്ലിക്കേഷൻ ആക്കി മാറ്റണം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ, നിങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ജസ്റ്റ് കേട്ടതുകൊണ്ട് കാര്യമില്ല, അത് എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല, അത് നിങ്ങൾ അപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുവരണം. അപ്പോ നിങ്ങൾ എങ്ങനെയാണോ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത്, നിങ്ങൾ എങ്ങനെയാണോ ആ ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചത്, നിങ്ങൾ എങ്ങനെയാണോ അത് പഠിച്ചത്, ആ രീതിയിൽ നിങ്ങൾ ഇനി പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കണം. അങ്ങനെ പഠിക്കുകയും
പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ മാസ്റ്റർ ആവും. മാസ്റ്റർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ എഫേർട്ട് ഉണ്ടാവില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നൗ നമ്മൾ എങ്ങനെയാണ് ഈ ലേണിങ്ങിനെ സിസ്റ്റമൈസ് ചെയ്യുക? നിങ്ങളെ കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ? ലേണിംഗ് എന്താണെന്ന് മനസ്സിലായി. ഇനി ലേണിങ്ങിനെ എങ്ങനെ നമുക്ക് സിസ്റ്റമൈസ് മാറ്റണം? ഈ കാര്യങ്ങൾ നമ്മൾ പ്രോഗ്രാമിൽ പഠിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ വേറെ ഏതെങ്കിലും പ്രോഗ്രാമിൽ പഠിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി, നിങ്ങളുടെ ജോലിയുമായി കണക്ട് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്തിട്ടുള്ളത്, അതിനെ ഈ ലേണിങ്ങിനെ എങ്ങനെ സിസ്റ്റമൈസ് ചെയ്യാം എന്ന് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 3 വഴിയാണ് പഠിക്കുന്നത്. ലേണിംഗ് ഫ്രം സെൽഫ് ആണ്. നമ്മൾ സ്വയം പഠിക്കുക. ഞാൻ സ്വയം പഠിക്കുക. ഇപ്പൊ ഞാൻ സ്വയം, ഇപ്പൊ നിങ്ങൾ സ്ലീപ്പ് മാസ്റ്ററിൽ ജോയിൻ ചെയ്തു, ഫാസ്റ്റ് ഫ്രാൻസിൽ ജോയിൻ ചെയ്തു, ബൈബാക്ക് ചെയ്തു, നിങ്ങൾ സ്വയം ഇത് പഠിക്കുകയാണെങ്കിൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുഴപ്പമില്ല, നമ്മൾ വിചാരിക്കുന്നത് ഫ്രീ ആണ് വിചാരിക്കും, പക്ഷെ ദർ ഈസ് എ നോക്കാൻ ആരും ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നമ്മളത് റൈറ്റ് ആണെന്ന് വിചാരിക്കും. അപ്പോ യെസ് ഓഫ് കോഴ്സ് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാം, പക്ഷെ മേ ബി നമ്മൾ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ലേണിംഗ് ഫ്രം അവർ സെൽഫ് ആണ്. നമ്മളിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ രീതി. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ദർ ഈസ് നോ കമ്മിറ്റ്മെന്റ്, ഒരു എൻറോൾമെന്റോ അതിന് എക്സ്ട്രാ കമ്മിറ്റ്മെന്റോ ഒന്നുമില്ല, ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക, കമ്മ്യൂണിറ്റിയോ ഒന്നുമില്ല, സ്വയമാണ്. ഇവിടെ പലപ്പോഴും നമ്മൾ ഫെയിൽ ആവും എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ശരിയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. അത് നമുക്ക് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കും. രണ്ടാമത്തത് ലേണിംഗ് ഫ്രം യുവർ പിയേഴ്സ്. നമ്മുടെ കൂടെയുള്ള ആളുകളിൽ നിന്ന് പഠിക്കാം. നമ്മുടെ ഫ്രണ്ട്സ് ആവാം, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആവാം, ഇവരിൽ നിന്നൊക്കെ പഠിക്കാം. ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്ത വലിയ കാര്യങ്ങളൊന്നും ഇവർക്കും അറിയണ്ടാവില്ല. ദർ ഇസ് എ സേയിങ്, നിങ്ങളുടെ 5 ഫ്രണ്ട്സിനെ കാണിച്ചു തരൂ, 5 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഞാൻ എപ്പോഴും നമ്മളെ ഗ്രൂപ്പിലെ ആൾക്കാർ പറയുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരോഗ്യത്തിന് ഫോക്കസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോക്കസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് നിങ്ങൾ അത് ഫോളോ ചെയ്യാൻ. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സ് എന്താണോ അതാണ് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് അതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഐഡന്റിറ്റി ഷിഫ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മുടെ ലെവലുകൾ മാറ്റണം, നമ്മുടെ പിയർ ഗ്രൂപ്പിനെ നമ്മൾ ചൂസ് ചെയ്യണം. അപ്പൊ നമ്മളെപ്പോഴും നമ്മളെക്കാട്ടിലും ബെറ്റർ ആയ ആളുകളിൽ നിന്നാണ് ആക്ച്വലി ലേൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ പിയർ ഗ്രൂപ്പ് എന്നല്ല. പലപ്പോഴും പിയർ ഗ്രൂപ്പിന്റെ പ്രശ്നം, ഫോർ എക്സാമ്പിൾ ഞാനും മുഷ്താഖും ബീജു ഞങ്ങളുടെ ഒരു ഇവന്റ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഡാൻസ് കളിക്കാൻ പഠിക്കാം, അല്ലെങ്കിൽ പാട്ട് പാടാൻ പഠിക്കാം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുകയാണ് നമുക്ക് അറബിക്, ഞങ്ങൾ കുറച്ച് ആൾക്കാർ അറബിക് അറിയില്ല, അപ്പൊ അറബിക് പഠിക്കാം. അപ്പൊ ഞങ്ങൾ 4 ആൾക്കാരും പോയി കൂടിയിട്ട് ഒരു റൂമിൽ 1 മാസം അല്ലെങ്കിൽ ഒരു 2 ദിവസം അടുപ്പിച്ച് ഇരിക്കുകയാണ് അറബിക് പഠിക്കാൻ. റൂം അടച്ചിരിക്കുകയാണ്, എന്നിട്ട് ഞങ്ങൾ അറബിക് പഠിക്കാൻ പോവാണ്. ഞങ്ങൾക്ക് അറബിക് പഠിക്കാൻ പറ്റുമോ? ഒരു സ്കില്ല് പഠിക്കാൻ പറ്റുമോ? ലാംഗ്വേജ് സ്കില്ല് ഇല്ല. അതിന് പകരം ഈ അറബി അറിയുന്ന ഒരാളെടുത്ത് വേണം പോവാൻ ഇത് പഠിക്കാൻ. അപ്പോ നമ്മളുടെ പിയർ ഗ്രൂപ്പിന്റെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് എയ്തർ നമ്മളുടെ അതേ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അഡ്വൈസ് എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നതാണ് മെന്റർ, ലേണിംഗ് ഫ്രം എ മെന്റർ. ഇതാണ് എന്റെ ഫേവറേറ്റ് ഓപ്ഷൻ. നിങ്ങൾ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞാല് നിങ്ങൾ എന്നിൽ നിന്ന് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്തത്. എന്നിൽ നിന്ന് മുഷ്താഖിനോടും ഒക്കെ എന്നെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണം എന്ന് പറയാനുള്ള വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. എന്ത് ചെയ്യാൻ പറ്റുക, നെക്സ്റ്റ് ലെവലില് റിയൽ റിസൾട്ട് കിട്ടും. നിങ്ങളുടെ ഏത് ഏരിയ ഹെൽത്തിൽ മാസ്റ്റർ ആയിട്ടുള്ള അവിടെ ഫീഡ്ബാക്ക് ഉണ്ട് എന്നുള്ളതാണ് ഈ മെന്റർ കോച്ചിങ്ങിന്റെ പ്രത്യേകത. അതേസമയം നിങ്ങൾ സ്വയം പഠിക്കുകയാണെങ്കിൽ അവിടെ കുറെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ പിയർ ഗ്രൂപ്പിന്റെ അടുത്ത് പഠിക്കുകയാണെങ്കിൽ കമ്മിറ്റ്മെന്റ് കുറവായിരിക്കും, നിങ്ങൾക്ക് കാര്യമായി ചെയ്യാൻ പറ്റില്ല.
സോ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, സെൽഫായിട്ട് പഠിക്കാം, പക്ഷെ അതിന് ഒരുപാട് സമയം എടുക്കും. അപ്പൊ ഞാൻ കഴിഞ്ഞ 8-9 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ് ഞാൻ നിങ്ങൾക്ക് വെറും 3 മാസം കൊണ്ടും 2 മാസം കൊണ്ടും പഠിപ്പിച്ചു തരുന്നത്. യെസ്, ഓഫ് കോഴ്സ് നിങ്ങൾക്കിത് പഠിക്കാം. ഒരു വർഷത്തിൽ ഒരു 10-20 പുസ്തകം വായിക്കാം, ഒരു 200-300 ഹവേഴ്സ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. അങ്ങനെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്കും ഇത് പഠിക്കാം. പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നത്, അതിനേക്കാട്ടിലും ഈസിയിൽ വളരെ ഷോർട്ടായിട്ട് ഇതിനെ ഒരു, കാരണം ദിസ് ഈസ് യു ഹാവ് ടു ഫോളോ, ദിസ് ഈസ് യു ഷുഡ് നോട്ട് ഡു ദിസ് എന്ന് പറയുന്ന ആ ഒരു മെന്റർഷിപ്പ് ആണ് നമ്മുടെ പ്രോഗ്രാമിന്റെ പ്രത്യേകത. അപ്പോ നിങ്ങൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ സക്സസിനെ ഇംപ്രൂവ് ചെയ്യാൻ, എലിവേറ്റ് ചെയ്യാൻ, അതല്ലെങ്കിൽ റോക്കറ്റ് സ്പീഡിൽ കൊണ്ടുപോകാൻ നിങ്ങൾ ഒരു മെന്ററിന്റെ അടുത്ത് ലേൺ ചെയ്യലാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ടു, ഒരു സ്കില്ലിൽ മാസ്റ്റർ ആവാൻ എത്ര സമയം എടുക്കും? ഒരു സ്കില്ലിൽ മാസ്റ്റർ ആവാൻ എത്ര സമയം എടുക്കും? എനിബഡി നോസ്? എത്ര സമയം എടുക്കും ഒരു സ്കില്ലിൽ നമ്മൾ മാസ്റ്റർ ആവാൻ? ഒരു സംഭവം റിയലി പഠിക്കാൻ എത്ര സമയം എടുക്കും? 90 days. 90 days. ഓക്കെ, ഗുഡ്. സോ ഒരു പക്ഷേ എത്ര സമയം ഇൻ ദ സെൻസ് നിങ്ങളൊരു കാര്യം ചെയ്യുന്നുണ്ടാവും, പക്ഷേ അത് എത്ര കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഹൗ മച്ച് ടൈം യു ആർ ഡൂയിങ്, അങ്ങനെയാണ് സ്കില്ല് ബിൽഡ് ചെയ്യുക. ഓക്കെ, സോ എക്സാക്ട്ലി സമയം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലിറ്ററസി കിട്ടാൻ ഒരു ഏരിയയിൽ ഒരു സാക്ഷരത എന്ന് പറയില്ലേ, ഒരു സ്കില്ലിൽ ഒരു ബേസിക് സാക്ഷരത കിട്ടണമെങ്കിൽ 20 ഹവേഴ്സ് വേണം, 20 മണിക്കൂർ. ഒരു ബേസിക് സാധനം നിങ്ങൾ ആലോചിച്ച് നോക്കി, ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടണമെങ്കിൽ 20 മണിക്കൂർ വേണം. എന്തുകൊണ്ടാണ് അംജദിന് ചലഞ്ച് ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ദ വൺ. അംജദ് മാത്രമല്ല, പല ആളുകൾക്കും ചലഞ്ച് ഉണ്ടാവും. എല്ലാ ഏരിയയിലും നമ്മൾ സക്സസ് ആയിട്ടുണ്ടാവില്ല, പക്ഷേ നമ്മൾ സക്സസ് ആയ ഏരിയകളിൽ അതിന്റെ സിസ്റ്റത്തെ കോപ്പി ചെയ്തിട്ട് ഇപ്പുറത്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സക്സസ് ആവും. അപ്പോ 20 മണിക്കൂർ നിങ്ങൾ പഠിച്ച നമ്മുടെ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മിനിമം 20 മണിക്കൂർ നമ്മുടെ സെഷൻ ഉണ്ടാവും. മിനിമം നിങ്ങൾക്ക് ശ്രദ്ധിച്ചൊക്കെ അറിയാം, മിനിമം 20 മണിക്കൂർ. കാരണം എന്താ, ലിറ്ററസി എങ്കിലും നിങ്ങൾക്ക് കിട്ടണം. അതിന്റെ പുറമെ നമ്മൾ എന്ത് ചെയ്യും, ഹാബിറ്റുകളൊക്കെ ആയിട്ട് നെക്സ്റ്റ് ലെവലിൽ പോകും. പിന്നെ ഒരു പ്രൊഫഷ്യൻസി ഒന്നുകൂടി നെക്സ്റ്റ് ലെവലിൽ പോകണമെങ്കിൽ ഒരു 200 ഹവേഴ്സിന്റെ അടുത്ത് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. മാസ്റ്റർ ആവണമെങ്കിൽ 10,000 ഹവേഴ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. 10,000 ഹവേഴ്സ് റൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു റൂൾ തന്നെയുണ്ട്. അതായത് എല്ലാ പീക്ക് മ്യൂസീഷ്യൻസും അതല്ലെങ്കിൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള അത്ലറ്റ്സുകളൊക്കെ അവരുടെ പീക്ക് ഔട്ട്പുട്ട്, എ ആർ റഹ്മാൻ എടുത്തു കഴിഞ്ഞാൽ പീക്ക് ഔട്ട്പുട്ട് എ ആർ റഹ്മാന്റെ മ്യൂസിക്കിൽ വന്നിട്ടുണ്ടാവുക 10,000 മണിക്കൂർ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തതിന് ശേഷമായിരിക്കും. എന്റെ ഫ്രണ്ട് ഇന്ന് അവന് 2 ലക്ഷം 3 ലക്ഷം നേരത്തെ പറഞ്ഞ +2 കഴിഞ്ഞ ഫ്രണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ബിക്കോസ് അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ സ്കില്ലിൽ, ഡിസൈനിങ് എന്ന് പറഞ്ഞ സ്കില്ലിലാണ് ഫുൾ ടൈം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവന്റെ 10,000 ഹവേഴ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് ലെവലിൽ എത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ 10,000 ഹവേഴ്സ് ആണ് അൾട്ടിമേറ്റ്ലി അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഒരു മാസ്റ്റർ എത്താൻ ആവശ്യമുള്ളത്. ഇനി ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഈ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പഠിപ്പിക്കണം എന്ന് പറയാറുണ്ട്. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾ നന്നായിട്ട് പഠിക്കും, യു നോ ദാറ്റ്. രണ്ടാമത്തത് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ ആക്ച്വലി എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ 10,000 മണിക്കൂർ എന്നുള്ളത് ഒരു 5,000 മണിക്കൂറൊക്കെ മാറും. ആരാണ് എന്തോ ഒരു സംഭവം കളിക്കുന്നുണ്ടല്ലോ, ഹൂ ഈസ് ദാറ്റ്? ഓക്കെ, സോ 10,000 മണിക്കൂർ എന്നുള്ളത് നിങ്ങൾ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് കുറയും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു സ്കില്ല് ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു കാര്യം പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഫാസ്റ്റിംഗ് ഫോർ എനർജി നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഞാൻ പ്രസന്റേഷൻ തരുന്നുണ്ട്, ഫുൾ റെക്കോർഡിംഗ് തരുന്നുണ്ട്, എവറിത്തിങ് ഈസ് ഗിവൺ. ജസ്റ്റ് ഒരു സെഷൻ പഠിപ്പിച്ചു കൊടുക്കുക, കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, ഹസ്ബൻഡിന് വൈഫിനെ പഠിപ്പിച്ചു കൊടുക്കുക, ഫാമിലി മെമ്പേഴ്സിന് ഫ്രണ്ട്സിന് പഠിപ്പിച്ചു കൊടുക്കുക. ഇതെന്തിനാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാസ്റ്റർ ആവാനുള്ള സമയത്തെ നമ്മൾ ഹാക്ക് ചെയ്യണം. ഇപ്പോ എന്റെ ആദ്യത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ആളുകൾ, ഇപ്പൊ ബിജുവിനും റഫീഖിനും മുഷ്താഖിനും ഒക്കെ അറിയാം. അതുപോലെയല്ല എന്റെ ഇപ്പോഴത്തെ സ്റ്റൈല്. എന്റെ പ്രസന്റേഷൻ സ്റ്റൈൽ, എന്റെ കോൺഫിഡൻസ് ലെവലൊക്കെ കൂടിയിട്ടുണ്ട്. കാരണം ഞാൻ അതിന്റെ ആ റീച്ച് 10,000 ഹവേഴ്സിന്റെ അടുത്ത് എത്തിയിട്ടില്ലെങ്കിൽ ഞാനൊരു ഒരു 5,000 അടുത്തൊക്കെ എത്തിയിട്ടുണ്ടാവും. കാരണം എന്താണ്, അപ്പൊ നമ്മൾ അതിൽ മാസ്റ്റർ ആവുമ്പോഴാണ് സജീദ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ
സിക്കാണെങ്കിലും നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ നമ്മൾ വേറൊരാളായിട്ട് മാറും, നമ്മൾ മാസ്റ്റർ ആയിട്ട് മാറും. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഞാൻ ട്രെയിനിങ് എടുക്കുകയാണ്, ഡെലിവറി നടത്തുകയാണ്, ഒരു 2 മണി വെച്ചിട്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൽ മാസ്റ്റർ ആവുകയാണ് ആ ഏരിയയിൽ. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾ മാസ്റ്റർ ആവണം. മാസ്റ്റർ ആയത് മാത്രമേ നിങ്ങൾ ലേണിംഗ് ആയിട്ട് എടുക്കുള്ളൂ, ബാക്കിയുള്ളതൊന്നും ലേണിംഗ് അല്ല. ക്ലിയർ? നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകണം. 59 മിനിറ്റ്സ് എക്സ്ട്രാ പോയിട്ടുണ്ട്. നൗ അപ്പൊ നമുക്കറിയാം എത്ര സമയം വേണം, എങ്ങനെയാണ് നമുക്ക് പഠിക്കാന്ന് മനസ്സിലായി. ഇനി മാസ്റ്ററി ആവാന് നമ്മൾ പല തരത്തിലുള്ള ട്രയാങ്കിളുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാസ്റ്ററി ആവാനുള്ള മാസ്റ്ററുടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഒരു കരിക്കുലം വേണം. നിങ്ങൾ ഏതൊരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുമ്പോഴും അതിനൊരു കരിക്കുലം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. കരിക്കുലം ഇല്ലെങ്കിൽ അത് പലപ്പോഴും അതാണ് നമ്മുടെ എന്താണ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഒരു സബ്ജക്റ്റ് മാത്രമല്ല, അതിനെ എക്സ്പീരിയൻസ് ലെവലിൽ മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഒരു കരിക്കുലം. പല ആളുകളും ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യും, ഞാൻ കാര്യങ്ങൾ പഠിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കരിക്കുലം അല്ല, റാൻഡം ആയിട്ട് കുറെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നുണ്ടാവും. ഈവൻ ട്രെയിനർമാരും അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോ നിങ്ങൾക്ക് ഒരു ഡോക്ടർ അടുത്ത് പോവാം, ഒരു MD ഡോക്ടർ, ഒരു സ്പെഷ്യലിസ്റ്റ്, ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അടുത്ത് പോവാം, ഒരു ഹാർട്ട് സർജന്റെ അടുത്ത് പോവാം. ഹാർട്ട് സർജന് നിങ്ങൾക്ക് ഹാർട്ട് സർജറി ചെയ്യണമെന്ന് പറയുക. നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്, ഒരു ബൈപ്പാസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തോ ഒരു സർജറി ചെയ്യണം, ഹാർട്ട് സർജറി. അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ്, ഓക്കെ ഡോക്ടർ, എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ഡോണ്ട് വറി, ഞാൻ യൂട്യൂബിൽ ഒരു 10-20 മണിക്കൂർ ഞാൻ സർജറി ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. യൂട്യൂബിൽ 10-12 മണിക്കൂർ ഞാൻ ഒരു സർജറി ചെയ്യുന്നത് എങ്ങനെയാന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. നിങ്ങളുടെ സർജറിക്ക് കടന്നു കൊടുക്കുമോ? ഒരിക്കലുമില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഡോക്ടറെ അടുത്ത് പോകുന്നത്? ബിക്കോസ് ഡോക്ടർ ഒരു കരിക്കുലത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. കോളേജിൽ, അവന്റെ മെഡിക്കൽ സ്കൂളിൽ പോയി ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ഓരോ സിലബസും കടന്നു പോയി. പ്ലസ് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് പ്രാക്ടിക്കൽ വിസ്ഡവും അവർക്കുണ്ട്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞിട്ടാണ് ഒരു മാസ്റ്റർ ആവുക. അതുകൊണ്ടാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നത്. അപ്പോ ഒരു കരിക്കുലം, അപ്പൊ നമുക്ക് കരിക്കുലം ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്ലീപ്പ് മാസ്റ്ററിയിലും ഫാസ്റ്റ് ഫോർ എനർജിയിലും ഉള്ള ഒരു ബേസിക് കരിക്കുലം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒരു ഫൗണ്ടേഷൻ സ്ലീപ്പാണ്, അതിന്റെ മേലെ 3 പില്ലേഴ്സ് ഉണ്ടാവും. ഫുഡും അതുപോലെ തന്നെ ന്യൂട്രീഷനും അതുപോലെ തന്നെ എക്സസൈസും സ്ട്രെസ്സും, അതിന്റെ മേലെയാണ് നമ്മൾ ഹെൽത്തിനെ ബിൽഡ് ചെയ്യുക. ഇനി ബൈബാക്കർ യൂത്തിൽ വരുമ്പോൾ ഇതിനെ സിലബസ്, ഈ കരിക്കുലത്തെ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഒരു ഡിസീസ് ഓറിയന്റഡ് കരിക്കുലമാണ്. എന്താണ്? ദർ ഈസ് ഓൺലി വൺ ഡിസീസ്. അതിന് 2 റീസൺ ആണ് ആ രോഗം വരാൻ കാരണം എന്നത്. ആ രോഗം വരാൻ 2 കാരണങ്ങളേ ഉള്ളൂ. ഒരു ഡിസീസാണ് ലോകത്തുള്ളത്, അത് വരാൻ 2 കാരണങ്ങളേ ഉള്ളൂ. അതിന്റെ അടിയിൽ എന്താണ്? ഈ 2 കാരണങ്ങൾ ഉണ്ടാവാനോ ഇതിനെ ഹീൽ ചെയ്യാനോ 6 പാത്വേസ് ഉണ്ട്. 6 വഴികളിലൂടെ എയ്തർ ഈ അസുഖം ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ അസുഖത്തെ നമുക്ക് ഹീൽ ചെയ്യാം. ഇതാണ് നമ്മുടെ കരിക്കുലം. അപ്പൊ ഈ കരിക്കുലം ഉണ്ടെങ്കിൽ നമ്മൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്, ഇതെങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം മുന്നോട്ട് പോകാൻ പോകുന്നത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കരിക്കുലം ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തത്, കാരണം ഇതുണ്ടാവണം നമ്മൾ ഡോക്ടർമാരെ ട്രസ്റ്റ് ചെയ്യുന്നത്, കാരണം അവർ അതിലൂടെ കടന്നുപോയ ആൾക്കാരാണ്, അവർ കരിക്കുലത്തിലൂടെ കടന്നുപോയ ആൾക്കാരാണ്. രണ്ടാമത്തത് കോച്ചിങ് ആണ്. ഒരു കോച്ച് ആവശ്യമാണ്. കോച്ചിന്റെ പ്രത്യേകത, നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ കോച്ചിനെ കണക്ട് ചെയ്തിട്ട്, എന്താ ഇത് നടക്കുന്നില്ല, എനിക്ക് ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്തു, എന്റെ ഉറക്കം ശരിയല്ല, അപ്പൊ എന്താണ്, നമുക്കൊരു ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ട്. വാട്ട് യു ഡിഡ്, ഫീഡ്ബാക്ക് കൊടുക്കും. അഗൈൻ യു സ്റ്റാർട്ടഡ് യൂസിങ് അനദർ ടെക്നിക്. അങ്ങനെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കോച്ചിങ് അസിസ്റ്റന്റ് ആയിട്ട് ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ടാവും. നിങ്ങൾ സ്വയം പല മിസ്റ്റേക്കുകളും ചെയ്യൂല, കാരണം ഈ കോച്ച് ഇതിൽ എക്സ്പേർട്ട് ആയിരിക്കും. എന്റെ എക്സ്പെർട്ട് ഏരിയ എന്ന് പറയുന്നത്, എന്റെ മാസ്റ്റർ ഏരിയ എന്ന് പറയുന്നത് ഈ ട്രെയിനിങ്ങും കോച്ചിങ്ങും അതല്ലെങ്കിൽ ടീച്ചിങ്ങും, അതും എന്തിനാണ്? ഹെൽത്തിലാണ്. ബയോ ഹാക്കിംഗ് എന്നൊരു ഏരിയയിലാണ്. ഇപ്പൊ പല ആളുകളോട് പറയുന്നത്, മാറൂഫെ കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം വെക്കുക, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് NLP അല്ലെങ്കിൽ TA അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ. ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ലേൺഡ് എബൌട്ട്, അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് അപ്ലൈ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഞാൻ പഠിപ്പിക്കുള്ളൂ. ഞാൻ ലൂസിഡ് ഡ്രീമിംഗ് പഠിച്ചിട്ടുണ്ട്, ഫങ്ഷണൽ മെഡിസിൻ, അതല്ലെങ്കിൽ എനർജി മെഡിസിൻ, ഫങ്ഷെ, ചിഗോങ്, തായ്ചി, യോഗ, എന്തൊക്കെ ഉണ്ടാവും, മിക്കവാറും എന്തൊക്കെ പഠിക്കുമ്പോഴൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ പഠിപ്പിക്കില്ല. ബിക്കോസ് ഞാൻ അത് ലേൺ അബൌട്ട്, അതിനെ കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത്. ഞാൻ ആക്ച്വലി ലൈഫിൽ അതിന്റെ സ്കില്ല് ബിൽഡ് ചെയ്തിട്ടില്ല. സ്കില്ല് ബിൽഡ് ചെയ്ത കാര്യങ്ങൾ തന്നെ കുറച്ച് ലിസ്റ്റ് ഉണ്ട്. സ്ലീപ്പ്, ഫാസ്റ്റിംഗ്, മൂവ്മെന്റ്,
ഭക്ഷണം, ഇതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇനി മറ്റൊന്നുണ്ട് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ഒരു മാസ്റ്ററി ലെവലുള്ള ഒരു സംഭവമാണ്. ഞാൻ ആക്ച്വലി എന്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെഡിറ്റേഷൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മെഡിറ്റേഷൻ പഠിക്കണമെന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞതിന്റെ ബിഹൈൻഡിലാണ് ഞാൻ എന്റെ കോച്ചിങ്ങിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ മെഡിറ്റേഷൻ ഞാൻ ഒരു എന്താ പറയാ, ഒരു ഡെയിലി ഒരു 1 hour ലാസ്റ്റ് 5 to 8 years കണ്ടിന്യൂസ് ആയിട്ട് ഒരു മെഡിറ്റേഷൻ ആപ്പ് ഉണ്ടായിരുന്നു. ആ ആപ്പില് സ്റ്റക്ക് ആയി പോയി. 11,000 മിനിറ്റ്സിന്റെ മേലെ മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ആ ആപ്പ് സ്റ്റക്കായി. ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തു, കാരണം ഈ ആപ്പ് സ്റ്റക്കായി, ഇതിന്റെ പിന്നെ കൗണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവർ പറഞ്ഞു, സോറി, ഞങ്ങളിപ്പോ ഈ ആപ്പിനെ ഞങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ഡെവലപ്പ് ചെയ്യണം. ഇപ്പൊ 11,000 മണിക്കൂർ, ഞാൻ 5-6 കൊല്ലം മുമ്പത്തെ കാര്യം പറഞ്ഞു, 11,000 മിനിറ്റ്സ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മെഡിറ്റേഷന്റെ ട്രാക്ക് ചെയ്ത് അതിനുശേഷം വീണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പോ ഒരു എന്താണ് ഒരു 2,000, 3,000, 4,000 മണിക്കൂർ ഞാൻ മെഡിറ്റേഷൻ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് എനിക്കൊരു മാസ്റ്റർ ഉണ്ട്. അപ്പൊ ഞാൻ ചെയ്യാത്തൊരു കാര്യം, എനിക്ക് മാസ്റ്റർ ഇല്ലാത്തൊരു കാര്യം ഞാൻ പഠിപ്പിക്കൂല. അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ എനർജി ലെവല് എന്ത് ചെയ്യില്ല, കോൺഫ്ലിക്റ്റ് ആവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇവനെന്തോ ഉടായ്പ കാണിക്കണം, ഇവന് വെറുതെ എവിടുന്ന് പഠിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ പറയാം, ഇവർക്ക് ഇങ്ങനെ മെയിൻ കോർ സ്കില്ലൊന്നും ഇതിലില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ. സോ കോച്ചിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏതൊരു ഏരിയയിൽ നിങ്ങൾക്ക് കോച്ചിങ് വേണം. അത് നിങ്ങളുടെ ഏത് ഏരിയ ആണോ നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത്, അവിടെ നിങ്ങളൊരു കോച്ചിനെ ചൂസ് ചെയ്തേ പറ്റൂ. ഞാൻ അല്ലെങ്കിലും കുഴപ്പമില്ല, എനിബഡി, നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങൾക്ക് എക്സ്പെർട്ട് ആണെന്ന് തോന്നുന്ന ഏതൊരു കോച്ചിന്റെ അടുത്ത് പോയിട്ട് വേണം എടുക്കാൻ. മൂന്നാമത്തത് കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റി ഈസ് എ ഇമ്മ്യൂണിറ്റി തിങ് എന്ന് പറയാറുണ്ട് നമ്മൾ. കമ്മ്യൂണിറ്റിയാണ് നിങ്ങളുടെ ചുറ്റുപാട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ റീസെന്റ്, എനിക്കോട് ഇന്നാണോ എങ്ങനെയെന്ന് അറിയില്ല, ഒരു വീഡിയോ, ഒരു ഡോക്ടർ വീഡിയോ ഷെയർ ചെയ്തിരുന്നു. അദ്ദേഹം ഒരു എക്സ്പേർട്ട് ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞത്, ഒരു രോഗിയായ, സിക്കായിട്ടുള്ള, ഒബീസ് ആയിട്ടുള്ള, കുടവയറും ഒക്കെ ഉള്ള പല രോഗങ്ങളോട് സഫർ ചെയ്യുന്ന ഒരാളെ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ ഗ്ലൗസ് ഇടും, മാസ്ക് ഇടും, ഒക്കെ ഇടും. എന്നിട്ട് ഞാൻ അവരെ ട്രീറ്റ് ചെയ്യും. അതേസമയം നല്ല ഫിറ്റ് ബോഡി, നല്ല ഹെൽത്തി ആയിട്ടുള്ള, പവർ ആയിട്ടുള്ള ആളുകൾ വരികയാണെങ്കിൽ ഞാൻ മാസ്കും ഗ്ലൗസ് ഒക്കെ എടുത്ത് വലിച്ചെറിയും. എന്നിട്ട് എന്ത് ചെയ്യും, ഞാൻ അവരുടെ കൈമ പിടിച്ചിട്ടും അല്ലെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യും. കാരണം എന്താ, ഇവരുടെ ശരീരത്തിലുള്ള ഹെൽത്തി മൈക്രോബയോംസ്, ബാക്ടീരിയകൾ എന്റെ ശരീരത്തിൽ കയറും, ഞാൻ വീണ്ടും ഹെൽത്തി ആവും. അപ്പൊ ഒരു അത്ലറ്റ് ആയ ഒരാള് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങൾ അൺഹെൽത്തി ആണെങ്കിലും ഈ അത്ലറ്റ് ആയ ആളുടെ ബാക്ടീരിയ നിങ്ങളുടെ ശരീരത്തിൽ കയറി നിങ്ങൾ ഹെൽത്തി ആവും. അതേസമയം രോഗിയായ, സിക്ക് ആയിട്ടുള്ള ഒരാൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അവരുടെ രോഗം നിങ്ങൾക്കും പകരും. മൈൻഡ് സെറ്റ് ലെവലിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ 5 ഫ്രണ്ട്സിനെ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ നമ്മൾ ഞാൻ പറഞ്ഞു തരാമെന്നുള്ള മൈൻഡ് ലെവലിലുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഫിസിക്കൽ, അതായത് ബയോളജിക്കൽ ലെവൽ, ഫിസിക്കൽ മെഷറബിൾ ആയിട്ടുള്ള സംഭവം ഞാൻ പറയുന്നത്. അവരുടെ മൈക്രോബയോംസ്, ശരീരത്തിലുള്ള ബാക്ടീരിയകൾ, നല്ല ഹെൽത്തി ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ കയറും. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഉണ്ടാവണം. അപ്പോൾ മാസ്റ്റർ ആവണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കരിക്കുലം വേണം, അതുപോലെ തന്നെ ഒരു കോച്ചിങ് മോഡൽ വേണം, അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി മോഡൽ വേണം. ഇതൊരു 3 പാടെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആക്ച്വലി മാസ്റ്റർ ഉണ്ടാവുക. അതല്ലെങ്കിൽ മാസ്റ്റർ ഉണ്ടാവാൻ വളരെ ഡിഫിക്കൽട്ട് ആണ്. ഇപ്പൊ ഞാൻ കുറെ ആളുകൾ നിന്ന് പഠിക്കുന്നുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സ്വയമായി ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ പല ആളുകളിൽ നിന്ന് പഠിച്ച് അത് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് എടുത്ത് അതിനെ വെരിഫൈ ചെയ്ത് അത് എന്റെ ഫ്രണ്ട്സ്, എന്റെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ ടെസ്റ്റ് ചെയ്ത് അതൊക്കെ റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. കൺസിസ്റ്റന്റ് റിസൾട്ട്, അതായത് വീണ്ടും 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 റിസൾട്ട് കിട്ടണം. ഒരു പ്രാവശ്യം റിസൾട്ട് കിട്ടിയ കാര്യമില്ല. എന്നിട്ടാണ് ഞാനിത് പഠിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാസ്റ്റർ ആവണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കരിക്കുലം ബേസ്ഡ് ആയിട്ടുള്ള, ഒരു പ്രോപ്പർ ആയിട്ടുള്ള മാപ്പ് ഉള്ള, സ്ട്രക്ചർ ഉള്ള ഒരു പ്രോഗ്രാമിലാണ് എൻറോൾ ചെയ്യേണ്ടത്. അവിടെ കോച്ചിങ് ആയിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം മറ്റ് മോട്ടിവേഷൻ സെഷനുകൾ അതല്ലെങ്കിൽ അതൊന്നും റോങ് ആണെന്നല്ല ഞാൻ പറയുന്നത്. മറ്റ് ട്രെയിനിങ്ങുകളുടെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ നിങ്ങളെ മെജോറിറ്റി നിങ്ങളുടെ സാറ്റിസ്ഫൈ ചെയ്യാനൊക്കെയാണ് നോക്കുക. കോച്ച് അങ്ങനെയല്ല ചെയ്യുക, അല്ലെങ്കിൽ മെന്റർ അങ്ങനെയല്ല ചെയ്യുക. മെന്റർ നിങ്ങളുടെ റിസൾട്ടിലാണ് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ റിസൾട്ട് റോങ് ആണെങ്കിൽ ഞാൻ ചീത്ത വിളിക്കും, അല്ലെങ്കിൽ ഞാൻ പറയും ഇത് പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. എസ്പെഷ്യലി നമ്മൾ 1-to-1 കോച്ചിങ് ആൾക്കാർക്ക് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞോ, നിങ്ങൾ ചെയ്തിട്ടില്ലേ തീർന്ന്, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, യു നീഡ് ടു ഡു ദിസ്. അതേസമയം മറ്റ് പ്രോഗ്രാമുകൾ എന്താണ്, കോച്ചിങ് അല്ലെങ്കിൽ എന്ന് ചോദിച്ചാൽ നമ്മളെ സുഖിപ്പിക്കും. സുഖമല്ലേ, എന്താണ് ചെയ്യാൻ പറ്റുന്നില്ല, ഓക്കെ ശരി എന്നാ ചെയ്യണ്ട കേട്ടോ, അങ്ങനെ പറയും. കോച്ചിങ്ങിന്റെ പ്രത്യേകത, കോച്ച് എപ്പോഴും അതിന്റെ ടോപ്പ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കോച്ച് ഇത് ചെയ്തേ പറ്റൂ എന്ന് പറയണം. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 8ന്റെ പണി വരും എന്ന് പറയും. ഇതാണ് കോച്ചിന്റെ പ്രത്യേകത. മറ്റൊരു നിങ്ങൾ ഹേർട്ട് ആവോ, നിങ്ങൾക്ക് വിഷമം വരും എന്നൊക്കെ വിചാരിക്കും. ഞാൻ ഒന്നും വിചാരിക്കില്ല, ഞാൻ വിഷമം വരും വിചാരിക്കില്ല. ഞാൻ പറയും ഇത് എടുത്തിട്ടില്ലെങ്കിൽ പണി കിട്ടും, ഇത് ചെയ്തേ പറ്റൂ,
എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയും. അപ്പോൾ കോച്ചിന്റെ പ്രത്യേകതയാണ്. പിന്നെ നമുക്ക് പരസ്പരം ലേൺ ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ഉള്ളത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് പരസ്പരം ചോദ്യങ്ങൾ ഡിസ്കഷൻ നടത്താം. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റും. Now this is we are going to finish in within 5 minutes. Okay, now 3 steps to learn. നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ എന്താണ് ലേണിംഗ് എന്ന് പഠിച്ചു. ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കില്ല് ബിൽഡ് ചെയ്യലാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് എഫേർട്ട് ഇടാതെ ഒരു കാര്യം ചെയ്യുന്നതാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ആക്ച്വലി ലേണിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ എന്തിനെങ്കിലും കുറിച്ച് പഠിച്ചത് ലേണിംഗ് അല്ല. രണ്ടാമത്തെ പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? മാസ്റ്ററിയുടെ ട്രയാങ്കിൾ ആണ്. 3 ട്രയാങ്കിൾ. അതുപോലെ തന്നെ എങ്ങനെയാണ് മാസ്റ്ററി, എത്ര സമയം എടുക്കുന്നത്? 20 മണിക്കൂർ, 200 മണിക്കൂർ, 10,000 hours. അപ്പൊ അത്ര സമയം എടുക്കും നമ്മൾ മാസ്റ്ററി ആവാനുള്ളതാണ്. അപ്പൊ നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്ന അത്രത്തോളം നമ്മൾ മാസ്റ്ററി ആവും. ഇനി 3 സ്റ്റെപ്പാണ്. 3 സ്റ്റെപ്പിലൂടെ നമുക്കൊരു കാര്യത്തിൽ ലേൺ ചെയ്യാൻ പറ്റും, മാസ്റ്റർ ചെയ്യാൻ പറ്റും. ഒന്ന് ഇമേർഷൻ ആണ്. അതിന് നമ്മൾ കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആവുക. നമ്മുടെ ഗ്രൂപ്പിൽ പല ആളുകളും പൈസ തന്ന് പേയ്മെന്റ് തന്ന് പോയിട്ടുണ്ട്. ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ തരില്ല. അതിൽ നിങ്ങളെ ഇമേർഷൻ, അതിൽ കംപ്ലീറ്റ്ലി അതിന്റെ ഉള്ളിൽ അങ്ങ് ആവണം. നിങ്ങൾ അതുമായിട്ട് എന്ത് ചെയ്യുക? ഒരു മുഹബത്തിലാവണം ആ സബ്ജക്റ്റുമായിട്ട്. കാരണം നിങ്ങളുടെ ലൈഫിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതുമായിട്ട് നിങ്ങൾ ഒരു എമേർഷൻ ബിൽഡ് ചെയ്യണം. അതാണ് ഒന്നാമത്തെ. കംപ്ലീറ്റ്ലി നിങ്ങളുടെ മൈൻഡും ഹൃദയവും ഒക്കെ അതിലിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. ബോഡി മൈൻഡും സോളും ഒക്കെ അതിന് ഇഴുകിച്ചേരുക എന്നൊക്കെ പറയല്ലേ, അത് ചെയ്യാം. രണ്ടാമത്തത് ഒരു കോച്ച് വേണം. അത് ഡിസ്കസ് ചെയ്യാൻ തന്നെ ഒരു കോച്ചിന്റെ സഹായത്തോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ നെക്സ്റ്റ് ലെവലിൽ പോകുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ലുത്തുഫിന്റെ അടുത്ത് നിന്ന് ഇപ്പോൾ കോച്ചിങ് എടുക്കുന്നുണ്ട്. കാരണം എന്താ? എനിക്ക് അടുത്ത ലെവലിൽ പോകണം. എനിക്ക് ഈ മസിൽ പോരാ. കാരണം എന്താണ്? എനിക്ക് നിങ്ങളെ നീണ്ടുകൊണ്ട് പഠിപ്പിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ഓരോ ദിവസത്തെയും മസിൽ ബിൽഡിങ്ങിന്റെ, മസിൽ ഗ്രോത്തിന്റെ എമൗണ്ട് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് നോട്ട് ഇനഫ്. ഐ വോണ്ട് ടു ബിൽഡ് മോർ മസിൽ. എന്റെ ഫാറ്റ് പെർസെന്റേജ് വീണ്ടും കുറക്കണം, എന്റെ മസിൽ മാസ് വീണ്ടും കൂട്ടും. അപ്പൊ എന്താണ്? ഞാൻ ലുത്തുഫിനെ വെച്ചിട്ട് ലുത്തുഫി എന്നെ കോച്ച് ചെയ്യും, എന്റെ ട്രാക്കറെ ഞാൻ ഷെയർ ചെയ്യും. ഞാൻ പറയും ലുത്തുഫി റിക്കവറി ശരിയല്ല, എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ലുത്തുഫിനെ ഹയർ ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്? എനിക്ക് നെക്സ്റ്റ് ലെവലിൽ പോകണം. ലുത്തുഫി അതിന്റെ മാസ്റ്റർ ആണ്, എക്സസൈസിന്റെ മാസ്റ്റർ ആണ് ലുത്തുഫി, മൂവ്മെന്റിന്റെ മാസ്റ്റർ ആണ് ലുത്തുഫി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നെക്സ്റ്റ് ലെവലിൽ പോകണമെങ്കിൽ അതിന്റെ മാസ്റ്റർ പഠിക്കണം. അപ്പൊ കോച്ച് വേണം. മൂന്നാമത്തത് ഡെയിലി റൊട്ടീനാണ്. നമ്മളെ ഹാബിറ്റ് ട്രാക്കർ. നമ്മൾ ട്രാക്ക് ചെയ്യില്ലേ? ഡെയിലി റൊട്ടീൻ. നമുക്ക് എന്ത് വേണം? ഡെയിലി റൊട്ടീൻ വേണം. ഈ ഡെയിലി റൊട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്കത് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ നമ്മൾ ഹാബിറ്റ് എന്ന് വിളിക്കാം. നമ്മൾ ഹാബിറ്റ് എന്ന് വിളിക്കില്ലേ? ഇതാണ് ഡെയിലി റൊട്ടീൻ. അപ്പോ ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് ഈ സ്കില്ല് ബിൽഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് മാസ്റ്റർ ആവാൻ പറ്റുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് മാസ്റ്റർ ആവാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ഇതുമായി ബന്ധപ്പെട്ട്. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച ടോപ്പിക്. സോ എനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആസ്ക്. ഞാൻ ലേണിങ്ങിനെ കുറിച്ച് പറയാണ്. അത് ഞാൻ ഒബ്സർവ് ചെയ്തൊരു സംഗതിയാണ്. അതായത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിലാണ് എൻ്റെ മാസ്റ്റേഴ്സും എൻ്റെ എക്സ്പീരിയൻസും ജോബൊക്കെ അങ്ങനെയാണ്. അതിനിടയിൽ ഞാൻ ഒരു ഡാറ്റാ സയൻസും ബിസിനസ് അനാലിറ്റിക്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. ഞാൻ എന്തോ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് പഠിക്കാൻ പോയതായിരുന്നു. അത് പഠിച്ചു. പക്ഷെ എനിക്കത് അപ്ലൈ ചെയ്യാനോ അത് യൂസ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല, അത് ചെയ്യുന്നില്ല, അതിനുള്ള സാധ്യത ഒന്നുമില്ല. പക്ഷെ അത് കോഴ്സ് എല്ലാം തീർന്നു, നല്ല മാർക്ക് കിട്ടി, വാങ്ങിച്ചു. പക്ഷെ അതിനുശേഷം ഞാൻ അത് യൂസ് ചെയ്തേ ഇല്ല. അത് കംപ്ലീറ്റ് ഇതായിപ്പോയി. അപ്പൊ നമുക്കൊരു സംഗതി പഠിക്കുമ്പോൾ നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന സംഗതി, അങ്ങനത്തെ ഒരു ഇതും കൂടെ സ്കില്ലും അതും കൂടെ നോക്കണ്ടേ നമ്മൾ പഠിക്കുമ്പോൾ? 100% പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ല എന്നർത്ഥം. പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് റിയൽ ട്രൂത്ത്. അതാണ് റിയൽ സത്യം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ കഥ പറഞ്ഞില്ലേ, ഞാൻ മാസ്റ്ററിയാണ്, ഞാൻ മാസ്റ്റേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. ഞാൻ ലേൺ അബൌട്ട് സംതിങ് ആണ്. അതായത് നമ്മൾ സ്ട്രാറ്റജിനെ കുറിച്ച് പറഞ്ഞിരുന്നു. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലേൺ അബൌട്ട് സംതിങ് ആണ്. അപ്പൊ സജീദ് എന്തോ പഠിച്ചു, അത് സ്ട്രാറ്റജിയാ, ലേൺ അബൌട്ട് സംതിങ്. പക്ഷെ അത് ലേണിംഗ് അല്ല. ലേണിംഗ് എന്ന് പറഞ്ഞ സ്കില്ലാണ്. അപ്പോ സ്ട്രാറ്റജി ഉണ്ട്, സ്കില്ല് ഇല്ലെങ്കിൽ നമ്മൾ ഫെയിൽ ആവും, നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല.
അപ്പോ സജീദ് ലേൺ അബൌട്ട് സംതിങ്, അതിനെക്കുറിച്ച് പഠിച്ചു, പക്ഷെ അതിനെ സ്കില്ലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് ആക്ച്വലി നമ്മൾ ലേൺ ചെയ്തിട്ടില്ല. വി ലേൺ അബൌട്ട് ദാറ്റ്. ഞാൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ കുറിച്ച് പഠിച്ചു, ഞാൻ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് പഠിച്ച്. ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ അറിയില്ല, എനിക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ അറിയാം, പക്ഷെ ഞാൻ ഒരു എക്സാമ്പിൾ പറയണം. അതേസമയം എന്റെ ഫ്രണ്ട് എന്താണ്, ഹി റിയലി ലേൺഡ് ദാറ്റ് സ്കിൽ. അവൻ ആ സ്കില്ല് പഠിച്ചു, അവന് റിയലി അത് ലേൺ ചെയ്തു. ലേൺ ചെയ്തതുകൊണ്ടാണ് അവനക്ക്, ഞാൻ PG കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് 7500 ആണെങ്കിലും അവന് 1 ലക്ഷം വിഡ്രോ ചെയ്യുന്നത്. അപ്പോ യെസ് ഓഫ് കോഴ്സ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചതുകൊണ്ട് തെറ്റൊന്നുമില്ല, അതിനെക്കുറിച്ച് യു ക്യാൻ ലേൺ അബൌട്ട് ഇറ്റ്. ഞാൻ യോഗനെ അബൌട്ട് ഇറ്റ്, ഞാൻ എനർജി മെഡിസിനെ കുറിച്ച് ലേൺ അബൌട്ട് ഇറ്റ്, ഞാൻ ലൂസിഡ് ഡ്രീമിനെ കുറിച്ച് ലേൺ അബൌട്ട് ഇറ്റ്. നത്തിങ് റോങ് അബൌട്ട് ഇറ്റ്. പഠിച്ചു, തെറ്റല്ല. പക്ഷേ നമുക്ക് മാസ്റ്റർ ബിൽഡ് ചെയ്തേ പറ്റൂ. സ്കില്ല് ബിൽഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ലേൺ അബൌട്ട് സംതിങ് ആണ് ആക്ച്വലി നമ്മൾ ലേൺ ചെയ്തിട്ടില്ല അതിനെ കുറിച്ച്. ക്ലിയർ? ഓക്കെ, ക്ലിയർ. യെസ്. സോ താങ്ക് യു സോ മച്ച്. വേറെ ചോദ്യങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കണോ? ഇസ് ദെയർ ഈസ് എനി ക്വസ്റ്റ്യൻ? നമ്മുടെ സമയം ഒരു 30 മിനിറ്റ്സിന്റെ മേലെ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഫീഡ്ബാക്കോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇൻപുട്ടുകളോ അല്ലെങ്കിൽ ആഹാ മൊമെന്റ്സോ ഷെയർ ചെയ്യാനുണ്ടോ? ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. സാർ കൗൺസിലിംഗ് ചെയ്യാറുണ്ടോ? യെസ്, ചെയ്യാറുണ്ട്. താങ്ക് യു. ഓക്കെ. സോ ഇന്ന് മുതൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ യു ആക്ച്വലി ലേണിംഗ് സംതിങ്. ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ 10,000 അവേഴ്സിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട്, നമ്മുടെ പ്രോഗ്രാം അല്ല ഏത് പ്രോഗ്രാമിലും നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ യു ആക്ച്വലി സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിലുണ്ട്. സ്ട്രാറ്റജി യു ലേൺഡ് അബൌട്ട് ഇറ്റ്, പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള സ്കില്ലില്ല. നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, പക്ഷെ വണ്ടി അറിയില്ല. സോ യു നോ ദ സ്ട്രാറ്റജി. എങ്ങനെ ഗിയർ മാറ്റണം, എങ്ങനെ ക്ലച്ച് ചവിട്ടണം, എങ്ങനെ ബ്രേക്ക് ചവിട്ടണം, എന്തെങ്കിലും ഇൻഡിക്കേറ്റർ ഇടണം, ഇതൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ യു ഡോണ്ട് ഹാവ് സ്കിൽ ടു ഡ്രൈവ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ ആ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചത്, നിങ്ങൾ എങ്ങനെയാണോ പല്ല് തേക്കാൻ പഠിച്ചത്, ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ പഠിച്ചു കൂട്ടും, കുറെ ഇൻഫർമേഷനുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കും. അതിന്റെ ആവശ്യമില്ല. ബിക്കോസ് യു ക്യാൻ ആസ്ക് ഗൂഗിൾ, ഓക്കെ ഗൂഗിൾ വാട്ട് ഈസ് ദിസ് ചോദിച്ചാൽ ഗൂഗിൾ പറഞ്ഞുതരും. എവറിത്തിങ് ഇസ് ദെയർ ഇൻ ഗൂഗിൾ. ഇൻഫർമേഷനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ട്രാൻസ്ഫോർമേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിനെന്ത് ചെയ്യണം? സ്കില്ല് ബിൽഡ് ചെയ്യണം. നമ്മൾ ബീയിങ് ആയിട്ട് മാറണം. നമ്മുടെ ഐഡന്റിറ്റി ഷിഫ്റ്റ് നടത്തണം. അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് റിയൽ ലേണിംഗ്. റിയൽ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്ററി ആണ്. മാസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് നിങ്ങളുടെ കോൺഷ്യസ് എഫേർട്ടിന്റെ ആവശ്യമില്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് മാസ്റ്ററി എന്ന് പറയുക. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് വീക്ക് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ.